എല്ലാവർക്കും നമസ്കാരം. സാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മുണ്ടൽ ഫ്ലെമിംഗ് മോഡൽ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു ടോപ്പിക്കുമായിട്ടാണ് പോകുന്നത്. ബിഹേവിയറൽ ഫൗണ്ടേഷൻസ് ഓഫ് മാക്രോ ഇക്കണോമിക്സ് ആൻഡ് കൺസംഷൻ ഫങ്ഷൻസ് ആൻഡ് പസിൽ. ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയും. അപ്പോൾ മുണ്ടൽ ഫ്ലെമിംഗ് മോഡൽ ക്ലിയർ ആണല്ലോ അല്ലേ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ വേറെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇക്കണോമിക്സ് നമുക്ക് തിയറി പാർട്ടാണ്, പ്യുവർ തിയറി പാർട്ടാണ് ഇതിനകത്ത് കൂടുതലുള്ളത്. ISLM മോഡൽ, മുണ്ടൽ ഫ്ലെമിംഗ് മോഡൽ, അങ്ങനെ കുറച്ച് തിയറി പാർട്ടാണ്. അപ്പോൾ ബോറിംഗ് ആയിട്ടൊക്കെ തോന്നും. പക്ഷേ എങ്കിലും നമുക്കെന്ത് ക്രാക്ക് ചെയ്തേ പറ്റത്തുള്ളൂ, ജോലി മേടിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചിട്ട് നന്നായിട്ട് പഠിക്കുക. ആ പോയിൻറ്റ്സ് നമ്മൾ MCQ ബേസ് ചെയ്യുന്ന പോയിൻറ്റ്സ്, അപ്പോൾ അത് കാണുമ്പോൾ അറിയാമല്ലോ ഏതൊക്കെ തരത്തിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് അറിയാമല്ലോ. അപ്പോൾ അത് മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഇനി നമ്മൾ ടെസ്റ്റ് പേപ്പറൊക്കെ നടത്തുന്ന സമയത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പരിചയപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് ചോദിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേറെ ടെൻഷൻ എല്ലാം മാറ്റി വെച്ചിട്ട് നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ബിഹേവിയറൽ ഫൗണ്ടേഷൻസ് ഓഫ് മാക്രോ ഇക്കണോമിക്സ് ആൻഡ് കൺസംഷൻ ഫങ്ഷൻസ് ആൻഡ് പസിൽ. ഇതാണ് നമ്മുടെ ടോപ്പിക്. ഇതിനകത്ത് ആദ്യം നമ്മൾ ബിഹേവിയറൽ ഫൗണ്ടേഷൻസ് ഓഫ് മാക്രോ ഇക്കണോമിക്സ് ആണ് പഠിക്കുന്നത്. മാക്രോ ഇക്കണോമിക്സിൻ്റെ ബിഹേവിയറൽ ഫൗണ്ടേഷൻസ് എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇക്കണോമിക്സിന്, മാക്രോ ഇക്കണോമിക്സിന്, അത് മൈക്രോയ്ക്ക് ആണെങ്കിലും ഉണ്ട് കേട്ടോ. അതേപോലെ മാക്രോയിൽ നമ്മൾ പഠിക്കുന്നു. സൈക്കോളജിക്കൽ ആസ്പെക്ട്സിൽ നമ്മൾ എന്തിനെ കാണുന്നു? മാക്രോ ഇക്കണോമിക്സിനെ കാണുന്നു. ഓക്കെ. അപ്പോൾ ആദ്യം ബിഹേവിയറൽ ഫൗണ്ടേഷൻസ് ഓഫ് മാക്രോ ഇക്കണോമിക്സ് എന്താണ്? ബിഹേവിയറൽ മാക്രോ ഇക്കണോമിക് സ്റ്റഡീസ് ഹൗ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് such as cognitive biases, emotions and social influences affect macroeconomic phenomena like consumption, investment and aggregate demand. അല്ലേ, ഒന്നും മനസ്സിലായില്ല അല്ലേ? നമുക്ക് നോക്കാം. ബിഹേവിയറൽ മാക്രോ ഇക്കണോമിക്സ് സ്റ്റഡീസ് ഹൗ, എങ്ങനെയാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് അല്ലേ നമ്മളെല്ലാം സ്വാധീനിക്കുന്ന, നമ്മളിപ്പോൾ ഒരു സാധനം മേടിക്കുമ്പോൾ നമ്മളെ സ്വാധീനിക്കുന്ന സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് സ്വാധീനിക്കുന്നുണ്ട്. നമ്മളൊരു ഡിസിഷൻസ് എടുക്കുമ്പോൾ അതിനെ നമുക്ക് ഒരുപാട് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, നമ്മുടെ മാനസികമായ ഒരുപാട് ഘടകങ്ങൾ അതിനെ സ്വാധീനിക്കുന്നുണ്ട്. പുറത്തുമുള്ള ഘടകങ്ങൾ കൂടാതെ നമ്മുടേതായ, നമ്മുടെ ഉള്ളിൽ അല്ലെ അന്തർലീനമായിട്ടുള്ള ചില ഘടകങ്ങൾ കൂടി അതിനെ സ്വാധീനിക്കുന്നുണ്ട്. അതാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. അപ്പോൾ ഇത് എങ്ങനെയാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്? ഏതൊക്കെയാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്? കോഗ്നിറ്റീവ് ബയാസസ്. എന്താണ് കോഗ്നിറ്റീവ് ബയാസസ് എന്ന് വെച്ചാൽ? അതായത് നമ്മൾ ഒരാളുടെ ചിന്താഗതിയിൽ ഉണ്ടാകുന്ന തെറ്റുകൾ, അതാണ് കോഗ്നിറ്റീവ് ബയാസസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എറേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, നമ്മൾ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ എറേഴ്സ് ഇൻ തിങ്കിങ്, നമ്മുടെ ചിന്താഗതിയിൽ ഉണ്ടാകുന്ന എറേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? കോഗ്നിറ്റീവ് ബയാസസ് എന്ന് പറയുന്നത്. എറേഴ്സ് ഇൻ തിങ്കിങ്, അതാണ് കോഗ്നിറ്റീവ് ബയാസസ്. അതായത് എറേഴ്സ് ഇൻ തിങ്കിങ്. ചില കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ട് അത് ശരിയാകും എന്ന് കരുതി നമ്മൾ ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? വലിയ തെറ്റായിട്ട് മാറാറുണ്ട്. എന്നുവെച്ചാൽ മറ്റൊരാളുടെ അടുത്ത് ഉപദേശം ചോദിക്കാതെയൊക്കെ നമ്മൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്യാതെയൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള, അതാണ് എറേഴ്സ് ഇൻ തിങ്കിങ്. നമ്മുടെ ചിന്താഗതി അനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും ശരിയാകണമെന്നില്ല. അതാണ് എറേഴ്സ് ഇൻ തിങ്കിങ് എന്ന് പറയുന്നത്, കോഗ്നിറ്റീവ് ബയാസസ് എന്ന് പറയുന്നത്. അതൊരു സൈക്കോളജിക്കൽ ഫാക്ടറാണ്. അതുപോലെ ഇമോഷൻസ്, അറിയാമല്ലോ, നമ്മുടെ വികാരങ്ങൾ, ചില ഇമോഷൻസിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ചിലപ്പോൾ നമ്മൾ പല വിട്ടുവീഴ്ചയും ചെയ്യേണ്ടി വരും. ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. അത് ഇമോഷൻസ്. അതുപോലെ സോഷ്യൽ ഇൻഫ്ലുവൻസസ്, സാമൂഹികമായിട്ടുള്ള സ്വാധീനം, മറ്റുള്ളവർ ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ ഇമിറ്റേറ്റ് ചെയ്യുക അല്ലേ, മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവർ വാങ്ങിയത് കൊണ്ട് നമ്മളും വാങ്ങി. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പോൾ നമ്മൾ സിനിമ തന്നെ കണ്ടിട്ടില്ലേ, ചിലർ പറയുന്നതാണ് വളരെ സൂപ്പർ സിനിമ, വളരെ നല്ല സിനിമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ന് കയറി കൊടുക്കും. പക്ഷേ നമ്മൾ ഇറങ്ങുമ്പോൾ എന്താണ്, വളരെ ബോറ് പടമായിരിക്കും. പക്ഷേ അവർക്കത് ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ 2-3 പേര് പറയും നല്ല സിനിമ, പക്ഷെ നമുക്കത് ഇഷ്ടപ്പെടണമെന്ന് ഇല്ല. അതാണ് സോഷ്യൽ, അങ്ങനെ ഇതാണ് മറ്റൊരു സൊസൈറ്റിയുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസസ്. ഇതൊക്കെ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഇതൊക്കെയാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. കോഗ്നിറ്റീവ് ബയാസസ്, അതുപോലെ ഇമോഷൻസ്, സോഷ്യൽ ഇൻഫ്ലുവൻസ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അഫക്റ്റ് മാക്രോ ഇക്കണോമിക് ഫിനോമിന. നമ്മുടെ ഇക്കോണമിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. മാക്രോ ഇക്കണോമിക് ഫിനോമിന ലൈക്ക് ഏതൊക്കെയാണ് മാക്രോ ഇക്കണോമിക് ഫിനോമിന? കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ്, ആഗ്രിഗേറ്റ് ഡിമാൻഡ്, ദാറ്റ് മീൻസ് ടോട്ടൽ ഡിമാൻഡ്, ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിഹേവിയറൽ മാക്രോ ഇക്കണോമിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ബിഹേവിയറൽ മാക്രോ ഇക്കണോമിക് സ്റ്റഡീസ് പഠിക്കുന്നതിനെ കുറിച്ചാണ്.
ഹൗ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, എങ്ങനെയാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഏതൊക്കെ? കോഗ്നിറ്റീവ് ബയാസസ് അല്ലെ, ഇമോഷൻസ്, അതുപോലെ സോഷ്യൽ ഇൻഫ്ലുവൻസസ്, ഇതൊക്കെ എന്തിനെ അഫക്റ്റ് ചെയ്യുന്നത്? അഫക്റ്റ് മാക്രോ ഇക്കണോമിക് ഫിനോമിന അഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഏതൊക്കെയാണ് മാക്രോ ഇക്കണോമിക് ഫിനോമിന? കൺസംഷൻ, ഇൻവെസ്റ്റ്മെന്റ്, അഗ്രിഗേറ്റ് ഡിമാൻഡ്. അതായത് ഒരാളുടെ കൺസംഷൻ അല്ലെങ്കിൽ ഒരാളുടെ കൺസംഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതുപോലെയാണല്ലോ ബാക്കിയുള്ളവരെല്ലാം കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രാജ്യത്തെ ഒരു വ്യക്തിയുടെ കൺസംഷൻ ആണെങ്കിൽ രാജ്യത്തെ ആളുകളുടെ കൺസംഷൻ, അതുപോലെ രാജ്യത്ത് നടക്കുന്ന ഇൻവെസ്റ്റ്മെന്റ്, ആഗ്രിഗേറ്റ് ഡിമാൻഡ്, ഇതിനെയൊക്കെ ഈ പറയുന്ന സോഷ്യൽ ഫാക്ടേഴ്സ്, അതുപോലെ കോഗ്നിറ്റീവ് ബയാസസ്, അതുപോലെ ഇമോഷൻസ്, ഇതൊക്കെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? ഇതൊക്കെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. ഇതൊക്കെ അഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് ഇക്കണോമിക്സ് ആണ് ഏത്? ബിഹേവിയറൽ മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ബിഹേവിയറൽ മാക്രോ ഇക്കണോമിക്സ്. ക്ലിയർ ആണല്ലോ? ഇനി അപ്പോൾ ഈ ബിഹേവിയറൽ മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്ത കാലഘട്ടത്തിലായിട്ട്, അല്ലെങ്കിൽ അതെന്താണ്, ഒരുപാട് പഴക്കമൊന്നുമില്ല, പുതിയൊരു ബ്രാഞ്ചായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. എന്നാൽ നമുക്കറിയാം ട്രഡീഷണൽ മാക്രോ ഇക്കണോമിക്സ്, ആദ്യകാല അല്ലേ, നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള മാക്രോ ഇക്കണോമിക്സ്, പഴയകാല മാക്രോ ഇക്കണോമിക്സ് ഓഫൺ അസ്യൂംസ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ആർ റാഷണൽ. അവർ അസ്യൂം ചെയ്യും ട്രഡീഷണൽ മാക്രോ ഇക്കണോമിക്സ്, ഓർക്കേണ്ട ഒരു പോയിന്റ് ആണ്. ട്രഡീഷണൽ മാക്രോ ഇക്കണോമിക്സ് ഓഫൺ അസ്യൂംസ് ദാറ്റ്, ഓഫൺസ് അല്ലെ, അവര് സാധാരണയായിട്ട് അവർ അസ്യൂം ചെയ്യുന്നു, സങ്കല്പിക്കുന്നത് എന്താണ്? ഇൻഡിവിജ്വൽസ് ആർ റാഷണൽ. വ്യക്തികൾ എന്താണ്? റാഷണൽ ആണ് അല്ലേ, യുക്തിയുള്ളവരാണ്, അവർ യുക്തിസമായിട്ട് ചിന്തിക്കുന്നവരാണ്, അവർക്ക് തെറ്റ് പറ്റാറില്ല. അതാണ് എൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? ആൻഡ് മേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ പെർഫെക്റ്റ് ഇൻഫർമേഷൻ ആൻഡ് സെൽഫ് ഇൻട്രസ്റ്റ് അല്ലേ, സെൽഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇവിടെ എന്താണ്? ട്രഡീഷണൽ മാക്രോ ഇക്കണോമിക്സ് പറയുന്ന ബിഹേവിയറൽ മാക്രോ ഇക്കണോമിക്സ് പോലെയല്ല. ട്രഡീഷണൽ മാക്രോ ഇക്കണോമിക്സ് അവർ പറഞ്ഞത്, അവർ അസ്യൂം ചെയ്ത ഇൻഡിവിജ്വൽസ് ആർ റാഷണൽ. വ്യക്തികൾ, ഒരു രാജ്യത്തെ വ്യക്തികൾ അവർ റാഷണൽ ആണ്. അതായത് ഇക്കോണമിയെക്കുറിച്ച്, അവർ വാങ്ങുന്ന സാധനങ്ങളെക്കുറിച്ച്, അവർ ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അവർക്ക് വ്യക്തമായ എന്തുണ്ട്? ധാരണയുണ്ട് അല്ലെ, യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് അവർ ചെയ്യുന്നത്, റാഷണൽ ആണ്. ആൻഡ് മേക്ക് ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? പെർഫെക്റ്റ് ഇൻഫർമേഷൻ, പരിപൂർണമായ അറിവുണ്ട് അവർക്ക്, മാർക്കറ്റിനെ കുറിച്ചൊക്കെ പരിപൂർണമായ അറിവുണ്ട്, പെർഫെക്റ്റ് നോളജ് ഉണ്ട്, പെർഫെക്റ്റ് ഇൻഫർമേഷൻ ഉണ്ട്. ആൻഡ് സെൽഫ് ഇൻട്രസ്റ്റ്, അവരെന്താ? സ്വന്തം താല്പര്യപ്രകാരമാണ്. മറ്റൊരു ഘടകം, അതായത് നമ്മൾ ഈ പറഞ്ഞ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, ഇതൊന്നും വരെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ആര് പറയുന്നത്? ട്രഡീഷണൽ മാക്രോ ഇക്കണോമിക്സ് പറയുന്നത്. മനസ്സിലായല്ലോ? ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെയാണോ? നമ്മൾ പെർഫെക്റ്റ് ഇൻഫർമേഷൻ നമുക്കുണ്ടോ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച്? ഒരിക്കലുമില്ല. അപ്പോൾ ആ ഇൻഫർമേഷൻ ഓരോരുത്തരിലും വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചില പ്രോഡക്ട്സ് നമ്മൾ എന്താണ്, വളരെ ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ആണെന്ന് കരുതി നമ്മൾ വീട്ടിലേക്ക് മേടിച്ചുകൊണ്ട് പോകും. വളരെ ബോറ് അല്ലെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടാത്ത പ്രോഡക്റ്റ് ആയിട്ട് മാറും. മനസ്സിലായില്ലേ? അതുപോലെയാണ് സിനിമയുടെ കാര്യം. നല്ല സിനിമയെന്നും പഞ്ചത്തിന് കയറി കൊടുക്കും, എന്തായിരിക്കും? അത് പിന്നെ അവസാനം നമുക്ക് കാശ് പോയെന്ന് പറഞ്ഞാൽ നമ്മൾ നിരാശപ്പെടേണ്ടി വരും. അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ, ഫുഡ് പ്രോഡക്ട്സ് മേടിക്കുമ്പോൾ, എന്തിന് പച്ചക്കറി വാങ്ങുമ്പോൾ, മീൻ വാങ്ങുമ്പോൾ അല്ലേ, അതുപോലെ ഒരു തീരുമാനം, ഇതൊക്കെ എന്താണ്? നമ്മുടെ കൺസംഷൻ്റെ ഡിസിഷനാണ്. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുമ്പോൾ എല്ലാവരും എന്താണ്, ചിലർ വളരെ പ്രോഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞൊരു ഷോപ്പ് തുടങ്ങി, ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങി, വളരെ ഒരു സിറ്റിക്കകത്തൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങി. അപ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷനാണ്, അവിടെ പ്രോഫിറ്റ് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്തായിരിക്കും, കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും അറിയുന്നത് നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള കാര്യങ്ങൾ ആ കസ്റ്റമേഴ്സ് ഇല്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയൊക്കെ വരാം അല്ലേ? അപ്പോൾ നമ്മൾ ആ ഇൻവെസ്റ്റ് ചെയ്ത പൈസ നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇവർ പറഞ്ഞതല്ല ശരി, ഇൻഡിവിജ്വൽസ് ഒരിക്കലും റാഷണൽ അല്ല. ട്രഡീഷണൽ മാക്രോ എക്കണോമിക്സ് പറഞ്ഞ ഇൻഡിവിജ്വൽസ് റാഷണൽ ആണ്, പെർഫെക്റ്റ് ഇൻഫർമേഷൻ ഉണ്ട്, സെൽഫ് ഇൻട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്, പിന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് പറഞ്ഞു. ഒരിക്കലും അങ്ങനെയല്ല എന്നാണ് ആര് പറയുന്ന? ബിഹേവിയറൽ മാക്രോ എക്കണോമിക്സ് പറയുന്നത്. ഓക്കെ, ബിഹേവിയറൽ മാക്രോ എക്കണോമിക്സ് അക്നോളജസ് അല്ലേ, അവരെന്ത് ചെയ്യുന്നു? അംഗീകരിക്കുന്നു. എന്താണ് അംഗീകരിക്കുന്നത്? that real world decision making, the real world decision making, a real world decision making എന്ന് വെച്ചാൽ എന്താണ്? റിയൽ വേൾഡ് ഡിസിഷൻ മേക്കിംഗ് എന്ന് വെച്ചാൽ യഥാർത്ഥ ലോകത്തെ ഡിസിഷൻ മേക്കിംഗ്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ യഥാർത്ഥ ലോകത്തെ ഡിസിഷൻ മേക്കിംഗ് എന്ന് വെച്ചാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ മുന്നിൽ. ആ ഓപ്ഷനിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് ചൂസ് ചെയ്യുന്നത് അല്ലേ? ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്, അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് റിയൽ വേൾഡ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ റിയൽ വേൾഡ് ഡിസിഷൻ മേക്കിംഗ് ഓഫൺ അല്ലേ, സാധാരണഗതിയിൽ എന്തായിരിക്കും? ഇംപെർഫെക്റ്റ് ആയിരിക്കും. നമ്മുടെ റിയൽ വേൾഡ് ഡിസിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇംപെർഫെക്റ്റ് ആയിരിക്കും. ആൻഡ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. അപ്പോൾ നോക്കിയേ, ബിഹേവിയറൽ മാക്രോ എക്കണോമിക്സ് അക്നോളജസ് അംഗീകരിക്കുന്നു എന്താണ്? ദ റിയൽ വേൾഡ് ഡിസിഷൻ മേക്കിംഗ്. ദ റിയൽ വേൾഡ് ഡിസിഷൻ മേക്കിംഗ്. റിയൽ വേൾഡ് ഡിസിഷൻ മേക്കിംഗ് എന്ന് വെച്ചാൽ ഒരുപാട് ഓപ്ഷൻസിൽ നിന്ന് നമ്മൾ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കുക എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ നല്ലതെന്ന് കരുതുന്ന
ആ ഡിസിഷൻ മേക്കിംഗ്, അതാണ് റിയൽ വേൾഡ് ഡിസിഷൻ മേക്കിംഗ്. അങ്ങനെയല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്ത് കാര്യം ചെയ്യുമ്പോൾ, എന്ത് സാധനം വാങ്ങുമ്പോൾ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ, എന്ത് തീരുമാനമെടുക്കുമ്പോഴും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസിൽ നിന്നാണ് നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, അല്ലേ? അതാണ് റിയൽ വേൾഡ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ആ റിയൽ വേൾഡ് ഡിസിഷൻ മേക്കിംഗ് ഓഫൺ ഇംപെർഫെക്റ്റ്. അതൊരിക്കലും എന്തല്ല, പെർഫെക്റ്റ് അല്ല. ഒരിക്കലും അബ്സല്യൂട്ട്ലി അത് പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഇംപെർഫെക്റ്റ് ആയിരിക്കും. ആൻഡ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. അതിന് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് ആര് പറയുന്നത്? ബിഹേവിയറൽ മാക്രോ എക്കണോമിക്സ് പറയുന്നു. ഒരിക്കലും അത് പെർഫെക്റ്റ് ആകണമായ തീരുമാനമായിരിക്കും. നമ്മൾ ഏറ്റവും ബെറ്റർ ആയിരിക്കുമെന്ന് കരുതി നമ്മൾ ചെയ്യുന്ന പല തീരുമാനങ്ങളും ഏറ്റവും മണ്ടത്തരമായിട്ടെന്ന് പിന്നീട് മനസ്സിലാകും. മാത്രമല്ല ഒരുപാട് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് നമ്മുടെ തീരുമാനത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? ഇതാണ് ബിഹേവിയറൽ മാക്രോ എക്കണോമിക്സ്. അപ്പോൾ ട്രഡീഷണൽ മാക്രോ എക്കണോമിക്സിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതിയാണ് ആർക്കുള്ളത്? ബിഹേവിയറൽ മാക്രോ എക്കണോമിസ്റ്റുകൾക്ക് ഉള്ളത്. ക്ലിയർ ആണല്ലോ? ഇതാണ് ട്രഡീഷണൽ മാക്രോ എക്കണോമിക്സും ബിഹേവിയറൽ മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ, ഈ പറയുന്ന ബിഹേവിയറൽ മാക്രോ എക്കണോമിക്സിൽ പ്രധാനപ്പെട്ട കീ കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണ്? അപ്പോൾ നമ്മളിത് കേട്ടിട്ടില്ലാത്ത, പരിചിതമല്ലാത്ത ചില വേർഡുകളുണ്ട് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇതിനെ ബേസ് ചെയ്തൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, ഒന്നാമത്തെ കോൺസെപ്റ്റാണ് ബൗണ്ടഡ് റാഷണാലിറ്റി. അപ്പോൾ നമ്മൾ ഓർമ്മയുണ്ടോ? ട്രഡീഷണൽ മാക്രോ ഇക്കോണമിസ്റ്റുകൾ പറഞ്ഞത് കൺസ്യൂമേഴ്സ് ആർ റാഷണൽ, അല്ലേ? കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? റാഷണൽ ആണ്, യുക്തിയുള്ളവരാണ്, യുക്തിസഹമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ എന്താണ്? ഈ ബിഹേവിയറൽ കോൺസെപ്റ്റിൽ അവർ പറയുന്നത്, ബിഹേവിയറൽ ഇക്കണോമിക്സിൽ പറയുന്നത് വെറും റാഷണാലിറ്റി, ബൗണ്ടഡ് റാഷണാലിറ്റി ആണ്. എന്താണ് ബൗണ്ടഡ് റാഷണാലിറ്റി? നോക്കിയേ, പീപ്പിൾ ഹാവ് ലിമിറ്റഡ് കോഗ്നിറ്റീവ് എബിലിറ്റീസ്. ആളുകൾക്ക് എന്താണുള്ളത്? ലിമിറ്റഡ്, പരിമിതമായ കോഗ്നിറ്റീവ് എബിലിറ്റീസ് ആണുള്ളത്. പരിമിതമായിട്ടുള്ള കോഗ്നിറ്റീവ് എബിലിറ്റീസ് ആണ് എന്ന് വെച്ചാൽ തിങ്കിങ് എബിലിറ്റീസ്, ഡിസിഷൻസ് എടുക്കാനുള്ള എബിലിറ്റി. നമ്മൾ പറഞ്ഞില്ലേ തിങ്കിങ് ബയാസ് എന്ന് പറഞ്ഞു. കോഗ്നിറ്റീവ് ബയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസിഷൻ മേക്കിങ്ങിൽ ഉണ്ടാകുന്ന നമ്മൾ സ്വയം എടുക്കുന്ന ഡിസിഷനിൽ ഉണ്ടാകുന്ന എറേഴ്സ് ഇൻ തിങ്കിങ് ആണ് എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ബയാസ് ആണ്. അപ്പോൾ കോഗ്നിറ്റീവ് എബിലിറ്റീസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ചിന്താശേഷി, ചിന്തിക്കാനുള്ള കഴിവ്. അപ്പോൾ നമ്മുടെ ആളുകൾക്ക് പീപ്പിൾ ഹാവ് ലിമിറ്റഡ് കോഗ്നിറ്റീവ് എബിലിറ്റീസ്. ചിന്താശേഷി, ചിന്തിക്കാനുള്ള ശേഷി എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവ് പരിമിതമാണ്, അല്ലേ? ആൻഡ് മേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ, എന്നിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നു? മേക്ക് ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കുന്നു ബേസ്ഡ് ഓൺ സിംപ്ലിഫൈഡ് റൂൾസ് ഓഫ് തമ്പ്. എന്നിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ചിന്താശേഷി, ചിന്തിച്ച് ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവ് മനുഷ്യർക്ക് കുറവാണ്, അല്ലേ? അതാണ് കോഗ്നിറ്റീവ് എബിലിറ്റീസ്. തിങ്കിങ് എബിലിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? കുറവാണ്, അത് ലിമിറ്റഡ്, പരിമിതമാണ്. എന്നിട്ട് ആൻഡ് മേക്ക് ഡിസിഷൻസ്, നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നു എങ്ങനെയാണ്? ബേസ്ഡ് ഓൺ സിംപ്ലിഫൈഡ് റൂൾസ് ഓഫ് തമ്പ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ലളിതമായ റൂൾസ് ഓഫ് തമ്പിൻ്റെ അടിസ്ഥാനത്തിൽ, എന്ന് വെച്ചാൽ നമ്മുടെ മെന്റൽ ഷോർട്ട് കട്ട്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തീരുമാനങ്ങളുടെ. റൂൾസ് ഓഫ് തമ്പ് എന്ന് പറയുന്നത് എന്താണ്? റൂൾസ് ഓഫ് തമ്പ് എന്ന് വെച്ചാൽ മെന്റൽ ഷോർട്ട് കട്ട് എന്ന് പറയും. മെന്റൽ ഷോർട്ട് കട്ട്, അതായത് നമ്മുടെ ചിന്താശേഷിക്ക്, അല്ലേ, നമ്മുടെ ബ്രെയിനിന് എളുപ്പമെന്ന് തോന്നുന്ന, ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തീരുമാനമായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കില്ല നിങ്ങളിൽ ഒരാൾ എടുക്കുന്ന തീരുമാനം ആയിരിക്കൂ, അല്ല. ഡിസിഷൻസ് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതാണ് മെൻ്റൽ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബ്രെയിനിന് അല്ലെങ്കിൽ നമ്മുടെ ചിന്താശേഷിക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, എളുപ്പമെന്ന് തോന്നുന്നതായിരിക്കും നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു തീരുമാനമാണ് നമ്മൾ എടുക്കുക. ഇതാണ് റൂൾസ് ഓഫ് തമ്പ്. ആ റൂൾസ് ഓഫ് തമ്പിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ തീരുമാനമെടുക്കുന്നത്. റാദർ ദാൻ പെർഫെക്റ്റ്ലി ഒപ്റ്റിമൈസിങ്. ഏതിന്? പെർഫെക്റ്റ്ലി ഒപ്റ്റിമൈസിങ്. റാദർ ദാൻ, പകരം, പെർഫെക്റ്റ്ലി ഒപ്റ്റിമൈസിങ് എന്ന് വെച്ചാൽ പരിപൂർണമായിട്ടും അത് ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന് പകരം, എന്ന് വെച്ചാൽ പരിപൂർണമായിട്ടും അതിൻ്റെ മാക്സിമം റിസൾട്ട് കിട്ടുക. പെർഫെക്റ്റ്ലി ഒപ്റ്റിമൈസിങ് എന്ന് വെച്ചാൽ ഒന്നിൽ നിന്ന് മാക്സിമം റിസൾട്ട് കിട്ടുക, അല്ലെങ്കിൽ നമ്മുടെ എടുത്ത ഡിസിഷൻ ഏറ്റവും പെർഫെക്റ്റ് ആവുക. അങ്ങനെയല്ല. അപ്പോൾ റാദർ ദാൻ പെർഫെക്റ്റ്ലി ഒപ്റ്റിമൈസിങ്, നമ്മളെടുക്കുന്ന ഡിസിഷൻസ് പെർഫെക്റ്റ്ലി ഒപ്റ്റിമൈസിങ് ആകുന്നതിന് പകരം നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? മെൻ്റൽ ഷോർട്ട് കട്ട് അല്ലെങ്കിൽ റൂൾസ് ഓഫ് തമ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് എന്തായിരിക്കും? പീപ്പിൾ ഹാവ് ലിമിറ്റഡ് കോഗ്നിറ്റീവ് എബിലിറ്റീസ്. ആളുകൾക്ക് എന്താണുള്ളത്? ലിമിറ്റഡ് കോഗ്നിറ്റീവ് എബിലിറ്റീസ്. ആളുകളുടെ ചിന്താശേഷി പരിമിതമാണ്, അല്ലേ? നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു തീരുമാനം ഒരു കാര്യത്തിലും എടുക്കാൻ പറ്റില്ല. നമ്മുടെ ചിന്താശേഷി, തിങ്കിങ് എബിലിറ്റീസ് പരിമിതമാണ്. അതുകൊണ്ട് ഡിസിഷൻസ് എടുക്കുന്ന എപ്പോഴും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സിംപ്ലിഫൈഡ് റൂൾസ് ഓഫ് തമ്പ്. നമ്മളിത് ആലോചിച്ച് എന്താണ് നമുക്ക് നല്ലതെന്ന് തോന്നുന്നതായിരിക്കും നമ്മൾ തീരുമാനമായിട്ട് എടുക്കുന്നത്. റാദർ ദാൻ പെർഫെക്റ്റ്ലി ഒപ്റ്റിമൈസിങ്, ഏതിനേക്കാൾ? പെർഫെക്റ്റ്ലി ഒപ്റ്റിമൈസിങ് പകരം, അത് പെർഫെക്റ്റായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന് പകരം
അത് നമുക്ക് ഒരിക്കലും ഒരു കാര്യവും നമുക്ക് എന്താണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അല്ലെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മാക്സിമം റിസൾട്ട് അതിൽ നിന്ന് കിട്ടില്ല നമുക്ക്. അതിന് കാരണം ഇതാണ്, റൂൾസ് ഓഫ് തമ്പാണ്, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് എബിലിറ്റീസ്. ഇതിനെ പറയുന്നതാണ് ബൗണ്ടഡ് റാഷണാലിറ്റി, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ബൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, നമ്മളെന്ത് ഒരു വിലക്കപ്പെട്ടിരിക്കുന്നു, റാഷണാലിറ്റി വിലക്കപ്പെട്ടിരിക്കുന്നു. അതിന് വിലക്കപ്പെടാനുള്ള കാരണം എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ പരിമിതപ്പെടുത്തിയിരിക്കുന്നു, നമ്മുടെ റാഷണാലിറ്റി യുക്തിയെ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അതിന് കാരണം എന്താണ്? നമ്മുടെ ഈ ചിന്താശേഷിയാണ് അതിന് കാരണമെന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ബൗണ്ടഡ് റാഷണാലിറ്റി എന്ന് പറയുന്നത്. ഏതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്? ഈ ബിഹേവിയറൽ ഇക്കണോമിക്സിൻ്റെ പ്രധാനപ്പെട്ടൊരു കോൺസെപ്റ്റാണ് ബൗണ്ടഡ് റാഷണാലിറ്റി. ഓക്കെ ആണല്ലോ. അടുത്ത നോക്ക്, കോഗ്നിറ്റീവ് ബയാസസ്. എന്താണ് കോഗ്നിറ്റീവ് ബയാസസ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കോഗ്നിറ്റീവ് ബയാസസ്. എന്താണ് കോഗ്നിറ്റീവ് ബയാസസ്? അല്ലേ, എറേഴ്സ് ഇൻ തിങ്കിങ്, അതാണ് കോഗ്നിറ്റീവ് ബയാസ്. നമ്മൾ എടുക്കുന്ന തീരുമാനം, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, അതിലുണ്ടാകുന്ന എറേഴ്സ്, അതാണ് കോഗ്നിറ്റീവ് ബയാസസ്. ഇത് മറ്റൊരു കീ കോൺസെപ്റ്റാണ്, ബിഹേവിയറൽ എക്കണോമിക്സിൻ്റെ മറ്റൊരു കോൺസെപ്റ്റാണ്. സിസ്റ്റമാറ്റിക് എറേഴ്സ് ഇൻ തിങ്കിങ്, അല്ലേ, സിസ്റ്റമാറ്റിക് എറേഴ്സ് ഇൻ തിങ്കിങ്ങിൽ നമ്മുടെ ചിന്താധാരയിൽ അല്ലെങ്കിൽ ചിന്താശേഷിയിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എറേഴ്സ് ഉണ്ട്, പിഴവുകളുണ്ട്. ദാറ്റ് ക്യാൻ ലീഡ് ടു സബ് ഒപ്റ്റിമൽ ഡിസിഷൻ. അതെന്തിലേക്ക് നയിക്കുന്നു? സബ് ഒപ്റ്റിമൽ ഡിസിഷനിലേക്ക് നയിക്കുന്നു. നമ്മളെപ്പോഴും എന്താണ് ഒപ്റ്റിമൽ ഡിസിഷന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. മാക്സിമം നമ്മളെടുക്കുന്ന തീരുമാനത്തിൽ നിന്ന് മാക്സിമം ഒരു റിസൾട്ട് കിട്ടാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഈ എറേഴ്സിൽ ഈ തിങ്കിങ്ങിൽ എറേഴ്സ് ഉള്ളത് കൊണ്ട് നമ്മുടെ ചിന്താശേഷികളിൽ പിഴവുകൾ വരുന്നത് കൊണ്ട് അതെന്തിലേക്ക് നയിക്കും? നമ്മളെ സബ് ഒപ്റ്റിമൽ ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഒരു റിസൾട്ട്, അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തിച്ചേരുന്നില്ല. സബ് ഒപ്റ്റിമൽ ഡിസിഷനിലേക്കാണ് അത് നയിക്കുന്നത്. എന്ന് വെച്ചാൽ ഒപ്റ്റിമം ഡിസിഷനിലേക്ക്, മാക്സിമം റിസൾട്ട് തരുന്ന ഒരു ഡിസിഷനിലേക്ക് അത് എത്തുന്നില്ല എന്നാണ് പറയുന്നത്. അതെന്തിലേക്ക് നയിക്കുന്നു? സബ് ഒപ്റ്റിമൽ ഡിസിഷനിലേക്കാണ് നയിക്കുന്നത്. അതിന് കാരണം എന്താണ്? കോഗ്നിറ്റീവ് ബയാസസ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് എറേഴ്സ് ഇൻ തിങ്കിങ് ഉള്ളത് കൊണ്ട്. ഏതൊക്കെയാണ് സബ് ഒപ്റ്റിമൽ ഡിസിഷൻസ്? സച്ച് ആസ് ഓവർ കോൺഫിഡൻസ്, അല്ലേ, ഓവർ കോൺഫിഡൻസിലേക്ക് അത് നയിക്കുന്നു. സബ് ഒപ്റ്റിമൽ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊരു എക്സാമ്പിൾ പറയാണ്, ഓവർ കോൺഫിഡൻസിലേക്ക് നയിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ബെറ്ററായിട്ട് നമ്മൾ ഒരു കാര്യത്തെ ഏറ്റവും മികച്ചതെന്ന് നമ്മൾ കരുതുന്നു. മനസ്സിലായില്ലേ? മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കത്തില്ല. നമ്മുടെ മനസ്സിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പല കാര്യങ്ങളും, ഇല്ലേ, അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മനസ്സിൽ. നമ്മൾ പല കാര്യങ്ങളും എന്താണ് ഏറ്റവും മികച്ചതാണെന്ന് അങ്ങ് കരുതി കളയും. അത് പിന്നീടായിരിക്കും നമ്മൾ എക്സ്പീരിയൻസിലൂടെ മനസ്സിലാകുന്നത് മോശപ്പെട്ടതായിരുന്നു. അതാണ് ഓവർ കോൺഫിഡൻസ്. ആ ഓവർ കോൺഫിഡൻസ്, അതുപോലെ ആങ്കറിങ് ബയാസ്, അല്ലേ, ആങ്കറിങ് ബയാസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ആദ്യം കേട്ടതിനെ വിശ്വസിക്കുക. നമ്മൾ എന്താണ് ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരാൾ ആദ്യം നമ്മളോട് പറയും, അതിനെ നമ്മൾ വിശ്വസിക്കുക. അതാണ് ആങ്കറിങ് ബയാസ് എന്ന് പറയുന്നത്. അതിനെ മാത്രം അങ്ങ് വിശ്വസിക്കുക. ഇപ്പോൾ ഒരുപാട് പേര് അതിനെക്കുറിച്ച് ഒരുപാട് പേരെടുത്ത് ഒരു കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനം, ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കുന്നു, അല്ലെങ്കിൽ എന്ത് കാര്യം ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മളോട് ഇതിനെക്കുറിച്ച് ആരാണോ പറയുന്നത് അത് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കിടക്കും. വേറെ ആരെന്ത് പറഞ്ഞാലും അതിനകത്ത് മാറ്റം വരത്തില്ല. അവസാനം നമ്മൾ ചെയ്യുന്ന എന്തായിരിക്കും? ആദ്യം പറഞ്ഞ ആളിൻ്റെ പറഞ്ഞതായിരിക്കും. ശരിയാണോ തെറ്റാണോ എന്നറിയില്ല, നമ്മളതങ്ങ് ചെയ്യും. കാരണം ആങ്കറിങ്, നമ്മൾ ഒരുപാട് പേരെടുത്ത് ഡിസ്കസ് ഒക്കെ ചെയ്യും, അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ മൈൻഡിൽ ഏത് കിടപ്പുണ്ട്? ആദ്യം പറഞ്ഞ ആളിൻ്റെ വസ്തുത കിടപ്പുണ്ട്. അത് നമ്മുടെ ഒരു പ്രശ്നമാണ്. അതാണ് ആങ്കറിങ് ബയാസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളെ സ്വാധീനിക്കും. അതുപോലെ ലോസ് അവേർഷൻ, അതുപോലെ മറ്റൊരു പോയിന്റാണ് ലോസ് അവേർഷൻ. ലോസ് അവേർഷൻ എന്ന് വെച്ചാൽ എന്താണ്? ലോസ് അവേർഷൻ, അത് ലോസിലുള്ള പേടി, നഷ്ടമുണ്ടാകുമോ എന്ന ഭയം. അതായത് ഇപ്പോൾ ഒരു കാര്യത്തിൽ 50-50 അല്ലേ ചാൻസ് ഉണ്ട്. 50% ലോസിനും 50% ഗെയിൻ, നേട്ടത്തിനും ചാൻസ് ഉണ്ട്. അതായത് ഒന്നുകിൽ പകുതി 50-50 നമ്മൾ പറയത്തില്ലേ, പകുതി നഷ്ടം വരാം അല്ലെങ്കിൽ പകുതി നേട്ടം വരാം, 50-50 ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എന്തായിരിക്കും? നമ്മൾ ഒരിക്കലും ആ നേട്ടത്തിന് പിറകെ പോകത്തില്ല. നമ്മൾ എന്തായിരിക്കും ചെയ്യുക? നഷ്ടത്തെ പേടിച്ച് നമ്മളത് ചെയ്യാതിരിക്കും. കാരണം നമുക്ക് എപ്പോഴും എന്തിനെയാണ് പേടി? ലോസിനെയാണ് പേടി. ഈക്വൽ ചാൻസ് ഉണ്ട്. ഈ നഷ്ടമുണ്ടാകാനും നേട്ടമുണ്ടാകാനും ഈക്വൽ ചാൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഏതിനെയാണ് ഭയം? നഷ്ടത്തെ ഭയപ്പെട്ട് നമ്മൾ ഒരിക്കലും എന്തിലേക്ക് പോകില്ല? ആ നഷ്ടത്തിലേക്ക് നമ്മൾ പോകില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു ഷെയർ ഹോൾഡർ, അപ്പോൾ അയാളുടെ കയ്യിൽ ഒരു ഷെയർ ഇരിക്കുകയാണ്. അപ്പോൾ അയാൾ അതിൻ്റെ വില കുറയുകയാണ്. അപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വില കുറയുന്ന സിറ്റുവേഷനിൽ നമുക്ക് വേണമെങ്കിൽ അത് വിറ്റ് മാറാം. പക്ഷേ നമുക്ക് പേടി? അപ്പോൾ ഫ്യൂച്ചറിൽ അത് കയറിയാലോ എന്ന് നമ്മളിങ്ങനെ ആലോചിക്കും. അപ്പോൾ നമ്മൾ ആ പേടി കാരണം വില കുറഞ്ഞു തുടങ്ങുമ്പോഴേ നമ്മളത് വിൽക്കത്തില്ല, നമ്മൾ ഇട്ടേക്കും അത്. കാരണം ലോസിനെ പേടിയാണ്. കാരണം അത് വീണ്ടും നമുക്ക് വലിയ നഷ്ടം വരുമെന്ന് പേടി. ഇപ്പോഴേ കുറച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 100 രൂപയുടെ ഷെയർ
80 രൂപ കുറച്ച് 20 രൂപ നഷ്ടം വരത്തുള്ളൂ. പക്ഷേ നമുക്കെന്താണ് വീണ്ടും വലിയ നഷ്ടം വരുമെന്ന് പേടി. ഇത് കുറേ കഴിയുമ്പോൾ വീണ്ടും ഷെയറിൻ്റെ പ്രൈസ് അറിയില്ലേ, മൂവ്മെൻറ്റ്, പിന്നെ തിരിച്ചു കയറുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിങ്ങനെ ഇട്ടേക്ക്. ചിലപ്പോൾ നമ്മളെ വലിയ നഷ്ടത്തിലേക്ക് കൊണ്ടുചെന്ന് വിടും. എങ്കിലും നമ്മളെന്താണ് പോകത്തില്ല, നമ്മൾ ആ ഗെയിൻ നേടിയെടുക്കാൻ ശ്രമിക്കുക. കാരണം ഗെയിനേക്കാൾ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലോസിനായിരിക്കും. കാരണം ഇത്രയും വലിയ ലോസ് ഉണ്ടാകുമോ എന്നുള്ള ഭയം. അതാണ് ലോസ് അവേർഷൻ, അല്ലേ, ലോസ് ഉണ്ടാകുന്നു എന്നുള്ള ഭയം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മാനസികമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരാളുടെ മാനസികമായിട്ട് ഒരാളെ നയിക്കുന്ന ചില ഘടകങ്ങൾ. ഇതാണ് കോഗ്നിറ്റീവ് ബയാസസ്. അപ്പോൾ എന്താണ് കോഗ്നിറ്റീവ് ബയാസസ്? സിസ്റ്റമാറ്റിക് എറേഴ്സ് ഇൻ തിങ്കിങ് ദാറ്റ് ലീഡ്സ് ടു സബ് ഒപ്റ്റിമൽ ഡിസിഷൻ. നമ്മുടെ തിങ്കിങ്ങിൽ എറേഴ്സ് വരുന്നത് കൊണ്ട് നമ്മളത് ഒപ്റ്റിമൽ ഡിസിഷനിലേക്ക് നമ്മളെ നയിക്കില്ല, സബ് ഒപ്റ്റിമൽ ഡിസിഷനിലേക്ക് നയിക്കുന്നത്. അത് എക്സാമ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓവർ കോൺഫിഡൻസ്, അത് എങ്ങനെ സംഭവിക്കുന്നു? ഓവർ കോൺഫിഡൻസിലൂടെ സംഭവിക്കുന്നു. കാരണം ഞാനെടുത്ത തീരുമാനമാണ് ഏറ്റവും ശരി, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ തീരുമാനമാണ് ഏറ്റവും ശരി എന്ന് വിശ്വസിക്കുക. അതുപോലെ ആങ്കറിങ് ബയാസ്, ആദ്യം പറഞ്ഞതിനെ വിശ്വസിക്കുക, നമ്മൾ ആദ്യം കേൾക്കുന്നതിനെ വിശ്വസിക്കുക. അതുപോലെ ലോസ് അവേർഷൻ, ഗെയിൻ നേട്ടത്തെക്കാളുപരി ലോസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമുക്കൊരിക്കലും ഒപ്റ്റിമൽ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, സബ് ഒപ്റ്റിമൽ ഡിസിഷൻസേ എടുക്കാൻ പറ്റൂ. ഇതാണ് കോഗ്നിറ്റീവ് ബയാസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇതും ബിഹേവിയറൽ എക്കണോമിക്സിൻ്റെ മറ്റൊരു ഫീച്ചറാണ്, ഒരു കീ കോൺസെപ്റ്റാണ്. അടുത്ത് നോക്ക്, ഹ്യൂറിസ്റ്റിക്സ്. എന്താണ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ മറ്റൊരു ബേസാണ്, ബിഹേവിയറൽ എക്കണോമിക്സിൻ്റെ മറ്റൊരു ബേസാണ് ഹ്യൂറിസ്റ്റിക്സ്. ഓക്കെ, മെൻ്റൽ ഷോർട്ട് കട്ട്സ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ് മെൻ്റൽ ഷോർട്ട് കട്ട്സ്, അല്ലെങ്കിൽ അതിനെന്തെന്ന് പറയും, റൂൾസ് ഓഫ് തമ്പ് എന്ന് പറയും. മെൻ്റൽ ഷോർട്ട് കട്ട്സ്, നമ്മളെപ്പോഴും ചിന്തിച്ച് ഏറ്റവും എളുപ്പമുള്ളത് ചെയ്യാൻ ശ്രമിക്കും. നമ്മുടെ ചിന്താശേഷിയിലേക്ക് അനുസരിച്ച് ഏറ്റവും മികച്ചത് അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ളത് ചെയ്യും. അപ്പോൾ മെൻ്റൽ ഷോർട്ട് കട്ട്സ് ഓർ റൂൾസ് ഓഫ് തമ്പ് ദാറ്റ് പീപ്പിൾ യൂസ് ടു മേക്ക് എ ക്വിക്ക് ഡിസിഷൻസ്. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? മെൻ്റൽ ഷോർട്ട് കട്ട്സ് എടുക്കുക, അല്ലെങ്കിൽ അതിനെ പറയും റൂൾസ് ഓഫ് തമ്പ് എന്ന് പറയും. അല്ലേ, നമുക്ക് എളുപ്പമുള്ളതെന്ന് നമ്മൾ കരുതുന്ന ചില കാര്യങ്ങൾ ചെയ്യും. ക്വിക്ക് ഡിസിഷൻസ് എടുക്കാൻ, പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. വിച്ച് ക്യാൻ സംടൈംസ് ലീഡ് ടു സിസ്റ്റമാറ്റിക് എറേഴ്സ്. ഇതെന്തിലേക്ക് നയിക്കുന്നു? സിസ്റ്റമാറ്റിക് എറേഴ്സ് നമ്മൾ പറഞ്ഞു എന്താണ്? കോഗ്നിറ്റീവ് ബയാസസ് എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? അത് കോഗ്നിറ്റീവ് ബയാസസിലേക്ക് നയിക്കുന്നു, സിസ്റ്റമാറ്റിക് എറേഴ്സിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഒരു ക്വിക്ക് ഡിസിഷൻ എടുക്കേണ്ടി വരുന്ന സമയത്ത് നമ്മൾ എന്തിനാണ് ആശ്രയിക്കുന്നത്? മെൻ്റൽ ഷോർട്ട് കട്ടിനെ ആശ്രയിക്കും, അല്ലെങ്കിൽ റൂൾസ് ഓഫ് തമ്പിനെ ആശ്രയിക്കും. നമ്മൾ എളുപ്പത്തിൽ സാധിക്കാമെന്ന്, അല്ലെങ്കിൽ ഇതായിരിക്കും ശരിയെന്ന് നമ്മൾ അങ്ങ് വിശ്വസിച്ച് കളയും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ എളുപ്പത്തിൽ ആ കാര്യം സാധിക്കാൻ ശ്രമിക്കും. അത് നമ്മൾ എന്തിലേക്ക് നയിക്കുന്നു? സിസ്റ്റമാറ്റിക് എറേഴ്സിലേക്ക് നയിക്കുന്നു. ഇതിനെയാണ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെന്ന് ചാടിയിട്ടുണ്ട്, അല്ലേ? നമ്മൾ ചിന്തിക്കും ഇതായിരിക്കും ശരി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോഴെന്താണത്? വലിയ ലോസിലേക്കോ അല്ലെങ്കിൽ വലിയ അബദ്ധത്തിലേക്കോ നമ്മളെ കൊണ്ട് ചെന്ന് വിടും. ഇതാണ് നമ്മൾ സാധാരണ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോഴും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ വിവാഹത്തിന്, അല്ലേ, വീട്ടിൽ സഹോദരിയുടെ വിവാഹത്തിന് നമ്മൾ ഡ്രസ്സ് എടുക്കണം. ഇപ്പോൾ ഇന്ന ടെക്സ്റ്റൈൽ ഷോപ്പാണ് നല്ലത്. നമ്മൾ ഒരുപാട് ടെക്സ്റ്റൈൽ ഷോപ്പിനെ കുറിച്ച് അന്വേഷിച്ച് പല ആളുകളുടെ അടുത്തും ചോദിക്കും, അല്ലെങ്കിൽ ഇന്ന മെറ്റീരിയലിനെ കുറിച്ച് അന്വേഷിക്കും. അവസാനം നമ്മൾ ഒരിടത്ത് പോയി വാങ്ങും. അപ്പോൾ അവിടെ ഭയങ്കരമായ പ്രൈസ്. പിന്നീടാണ് നമ്മൾ അറിയുന്നത് അത് കോസ്റ്റ്ലി ആയിരുന്നു എന്നറിയുന്നത്. അപ്പോൾ നമ്മളെവിടെ ചിന്തിക്കും ആ കടയുടെ ഷേപ്പും, അല്ലേ, ആ രൂപവും, അതുപോലെ അവിടെ ഇരിക്കുന്നത് നേരത്തെ നമ്മൾ പോയിട്ടുണ്ടാകും. അപ്പോൾ അവിടുത്തെ ആ ഒരു കടയുടെ ആംബിയൻസ് ഒക്കെ നമ്മളെ സ്വാധീനിക്കും. അതുപോലെ അവിടുത്തെ സെയിൽസ്മാൻ്റെ, അല്ലെങ്കിൽ സെയിൽസ് ഗേൾസിൻ്റെ അവരുടെ ഒരു എക്സ്പ്രഷൻ, ഇതൊക്കെ അവരുടെ ഇടപെടൽ, ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കും. ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് നമ്മൾ അവിടെ പോകുന്നത്. പിന്നീടാണ് നമ്മൾ അറിയുന്നത് അവിടെ പോകണ്ടായിരുന്നു, ഇന്ന കടയിൽ പോയിരുന്നെങ്കിൽ ലാഭമായിരുന്നു എന്ന് അറിയുന്നത്. അപ്പോൾ ഇതാണ് സിസ്റ്റമാറ്റിക് എറേഴ്സ്, നമ്മുടെ ചിന്താഗതിയിൽ വരുന്ന കുഴപ്പമാണത്. ഇതിനെയാണ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കുക, എക്സ്പെക്ടേഷൻ ഫോർമേഷൻ. എന്താണ് എക്സ്പെക്ടേഷൻ? മറ്റൊരു ബിഹേവിയറൽ കോൺസെപ്റ്റ് ആണ് എക്സ്പെക്ടേഷൻ ഫോർമേഷൻ. എക്സ്പെക്ടേഷൻസ് അബൌട്ട് ഫ്യൂച്ചർ എക്കണോമിക് കണ്ടീഷൻസ്, ഭാവിയിലെ സാമ്പത്തിക അവസ്ഥകളെക്കുറിച്ചുള്ള പ്രതീക്ഷ, നമ്മുടെ ഇന്നത്തെ പ്രതീക്ഷ. വിച്ച് ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ബിഹേവിയറൽ ഫാക്ടേഴ്സ്. അപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ, ഭാവി സാമ്പത്തിക അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന നമ്മുടെ പ്രതീക്ഷ, അതിനെന്ത് ചെയ്യുന്നുണ്ട്? വിച്ച് ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ബിഹേവിയറൽ ഫാക്ടേഴ്സ്. അതിനെന്ത് സ്വാധീനം? നമ്മുടെ എക്സ്പെക്ടേഷനെ എന്ത് സ്വാധീനിക്കുന്നുണ്ട്? ബിഹേവിയറൽ ഫാക്ടേഴ്സ് സ്വാധീനിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒപ്റ്റിമിസം, ഒരു ബിഹേവിയറൽ ഫാക്ടറാണ് ഒപ്റ്റിമിസം, അല്ലേ? ഒപ്റ്റിമിസം എന്ന് വെച്ചാൽ എന്താണ്? ശുഭാപ്തി വിശ്വാസം. അതുപോലെ പെസിമിസം, അല്ലെ, അശുഭാപ്തി വിശ്വാസം. അതുപോലെ ഹേർഡ് ബിഹേവിയർ എന്ന് വെച്ചാൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്ന ഒരു ശീലം. അതിന് ഹേർഡ് ബിഹേവിയർ എന്ന് പറയുന്നത് മറ്റുള്ളവർ പറയുന്നത് ശരിയാണെന്നൊരു വിശ്വാസം. ചിലപ്പോൾ നമുക്ക് കുറച്ച് വിശ്വാസമുള്ള കുറച്ച് ആളുകളുണ്ട്, അല്ലെങ്കിൽ അവർ പറയുന്നത് ശരിയായിരിക്കുമെന്ന് നമ്മൾ കരുതും. മനസ്സിലായില്ലേ? ചില ആളുകൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ കാണും. അപ്പോൾ അവർ പറയുന്നതെല്ലാം ശരിയായിരിക്കും എന്ന് കാണും. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്, അല്ലേ, ഗവൺമെൻറ് എംപ്ലോയീസിന്
അല്ലെ ഗവൺമെൻറ് ജോലി കിട്ടിയവർക്ക് ഒരു പ്രത്യേക സ്റ്റാറ്റസ് ആളുകൾ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ പറയുന്നതൊക്കെ ശരിയാണെന്ന് കരുതുന്ന ഒരു കാര്യം, ഇപ്പോൾ ജോലി ഇല്ലാതെ വിദ്യാഭ്യാസം ഉണ്ടെന്ന് വെച്ചോ, അപ്പോൾ ഒരു ചിലപ്പോൾ ആൾക്ക് ജോലി കാണില്ല. അപ്പോൾ അയാൾ പറയുന്നതിനോട് മറ്റുള്ളവർക്ക് വലിയ താല്പര്യം കാണത്തില്ല. അയാൾ പറയുന്നത് അയാൾ പറയുന്നത് മോശം. പക്ഷേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ടീച്ചറാണ് പറയുന്നതെങ്കിൽ അയാൾ പറയുന്നത് ശരിയായിരിക്കും എന്നൊരു മൈൻഡ് സെറ്റ് പലപ്പോഴും പല എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പല ആളുകൾക്കും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ ഇതുപോലെ ഇതാണ് ഹേർഡ് ബിഹേവിയർ. മറ്റുള്ളവർ പറയുന്നത് നമ്മൾ വിശ്വസിക്കുക, അതിൽ കണ്ണടച്ചങ്ങ് വിശ്വസിക്കുക, മറ്റുള്ളവർ പറയുന്ന കണ്ണടച്ച് വിശ്വസിക്കുക. അപ്പോൾ ഇവിടെ എന്താണ് ഇതൊക്കെ? അപ്പോൾ ഒപ്റ്റിമിസം നമ്മുടെ ശുഭാപ്തി വിശ്വാസം, അതുപോലെ പെസിമിസം അശുഭാപ്തി വിശ്വാസം, അല്ലെ തെറ്റ്. എന്താണ് ചില ആളുകളുണ്ട് എന്ത് കാര്യം ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് അയ്യോ ഇത് നേരെയാവൂ അല്ലെങ്കിൽ മോശപ്പെടുമായിരിക്കും എന്ന് കരുതുന്ന ആളുകൾ. ചില ആളുകൾ എന്താണ് എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കും. അപ്പോൾ എത്ര റിസ്ക് ഉള്ള കാര്യം എന്താണ് പോസിറ്റീവായിട്ട് ചിന്തിക്കും. അപ്പോൾ ഈ ഒപ്റ്റിമിസവും ഈ പെസിമിസവും ഈ ഹേർഡ് ബിഹേവിയറും ഇങ്ങനെയുള്ള ഫാക്ടർ, ഇതൊക്കെ ബിഹേവിയറൽ ഫാക്ടേഴ്സാണ്, ഒരാളുടെ ബിഹേവിയറുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സാണ്. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഇക്കണോമിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻസിനെ, നമ്മുടെ ഫ്യൂച്ചർ എക്സ്പെക്റ്റേഷൻസിനെ, ഫ്യൂച്ചർ ഇക്കണോമിക് കണ്ടീഷൻസിനെ കുറിച്ചുള്ള എക്സ്പെക്റ്റേഷനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബിഹേവിയറുമായി ബന്ധപ്പെട്ടതല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ബിഹേവിയർ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഇക്കണോമിക് കണ്ടീഷൻസിനെ സ്വാധീനിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് പിന്നെ ഇതിനെ ബിഹേവിയർ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കുക, അനിമൽ സ്പിരിറ്റ്സ്. എന്താണ് അനിമൽ സ്പിരിറ്റ്സ്? എ ടേം കോയിൻഡ് ബൈ കെയ്ൻസ്. ഈ ടേം കൊണ്ടുവന്ന ആരാണ്? അനിമൽ സ്പിരിറ്റ് എന്ന് പറയുന്ന ടേം കൊണ്ടുവന്നത് കെയ്ൻസ് ആണ്. ഓർക്കുക, പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അനിമൽ സ്പിരിറ്റ് ബിഹേവിയറൽ എക്കണോമിക്സിൽ അനിമൽ സ്പിരിറ്റ്സ് എന്ന് പറയുന്ന ഒരു ടേം കൊണ്ടുവന്ന ആരാണ്ട്? കെയ്ൻസ് ആണ്. ടു ഡിസ്ക്രൈബ് എന്തിനു വേണ്ടിയാണ്? അൺപ്രഡിക്റ്റബിൾ ആൻഡ് ഓഫൺ ഇറാഷണൽ വേവ്സ് ഓഫ് ഒപ്റ്റിമിസം ആൻഡ് പെസിമിസം that can drive economic booms and burst. Okay, this term was coined by Keynes. ഈ ടേം രൂപപ്പെടുത്തിയത് എന്ന് പറയുന്ന ആരാണ്? കെയ്ൻസ് ആണ്, JM കെയ്ൻസ് ആണ്. എന്തിനു വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത്? ടു ഡിസ്ക്രൈബ് ദ അൺപ്രഡിക്റ്റബിൾ, പ്രവചിക്കാൻ കഴിയാത്ത, പ്രവചനാതീതമായിട്ടുള്ള, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, ആൻഡ് ഓഫൺ ഇറാഷണൽ വേവ്സ്, യുക്തിസഹമല്ലാത്ത ചില വേവ്സ്, ചില മാറ്റങ്ങൾ എന്തിലൂടെ ഉണ്ടാകുന്നു? ഓഫ് ഒപ്റ്റിമിസം ആൻഡ് പെസിമിസം, അല്ലേ? നമ്മുടെ ഒപ്റ്റിമിസം, ശുഭാപ്തി വിശ്വാസം, അശുഭാപ്തി വിശ്വാസം ഉണ്ടല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പുള്ള നമ്മുടെ ഒപ്റ്റിമിസം, അതുപോലെ പെസിമിസം, ഇതിലൂടെ ഉണ്ടാകുന്ന ഓഫൺ ഇറാഷണൽ വേവ്സ്, യുക്തിസഹമല്ലാത്ത വേവ്സ്. അപ്പോൾ ഒരാൾക്ക് എന്താണ് എല്ലാം നല്ലതായിരിക്കുമെന്ന് ചിന്തിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയാൾ എന്തും ചെയ്യാൻ അയാൾ തയ്യാറാകും. ചില ആളുകൾ എന്താണ് പെസിമിസം ആയിരിക്കും, അപ്പോൾ അവരെന്താണ് അശുഭാപ്തി വിശ്വാസമായിരിക്കും. അപ്പോൾ എന്താണ് നല്ല കാര്യങ്ങൾ പോലും അയാൾ ചെയ്യത്തില്ല, ഉറപ്പുള്ള കാര്യങ്ങൾ പോലും ചെയ്യത്തില്ല, അയാൾക്ക് പേടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇറാഷണൽ, യുക്തിസഹമല്ലാത്ത ഈ ചിന്താഗതികൾ, അപ്പോൾ അതുപോലെ ഇതൊക്കെ എന്താണ്? അതുപോലെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രവചനാതീതമായിട്ടുള്ള കാര്യങ്ങൾ ക്യാൻ ഡ്രൈവ് ഇക്കണോമിക് ബൂംസ് ആൻഡ് ബസ്റ്റ്. ഇത് എന്തിലേക്ക് നയിക്കുന്നു? ഇക്കണോമിക് ബൂംസ് എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ള ഉന്നതിയിലേക്ക് നയിക്കുന്നതാണ് ഇക്കണോമിക് ബൂംസ് എന്ന് പറയുന്നത്. ഇക്കണോമിക് സാമ്പത്തിക ഉന്നതിയിലേക്ക്, അല്ലെങ്കിൽ ഇക്കണോമിക് ബസ്റ്റ് എന്ന് വെച്ചാൽ സാമ്പത്തിക ഡൗൺ ടേൺസിലേക്ക്, ഇക്കണോമിക് ഡൗൺ ടേൺസ് എന്ന് വെച്ചാൽ സാമ്പത്തിക അധപ്പതനത്തിലേക്കും നയിക്കും. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? അനിമൽ സ്പിരിറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്ക്രൈബ് ദ അൺപ്രഡിക്റ്റബിൾ ആൻഡ് ഓഫൺ ഇറാഷണൽ വേവ്സ്, അല്ലെ? അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, ഇറാഷണൽ, യുക്തിസഹമായിട്ടുള്ള വേവ്സ്, ചില ചിന്തകൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. വേവ്സ് എങ്ങനെയാണ് വേവ്സ് ഉണ്ടാകുന്നത്? ഏതിലൂടെയാണ്? ഒപ്റ്റിമിസം ആൻഡ് പെസിമിസം. അപ്പോൾ ഒപ്റ്റിമിസത്തിലൂടെ, അതുപോലെ പെസിമിസത്തിലൂടെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ചില, അതുപോലെ എന്താണ് ഇറാഷണൽ, യുക്തിസഹമല്ലാത്ത ചില വേവ്സ്, ചിന്താധാരകൾ ആളുകൾക്ക് ഉണ്ടാകും. അത് ചില സമയത്ത് നമ്മൾ എന്തിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കും? ഇക്കണോമിക് ബൂംസിലേക്ക്, സാമ്പത്തിക ഉന്നതിയിലേക്ക് എത്തിക്കും. ചിലപ്പോൾ എന്താണ് സാമ്പത്തികമായ തകർച്ചയിലേക്കും എത്തിക്കും. അപ്പോൾ അതിൻ്റെ സിമ്പിളായിട്ടുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ആളുകൾക്കുണ്ടാകുന്ന ഒപ്റ്റിമിസവും പെസിമിസവും നമ്മുടെ സാമ്പത്തിക അവസ്ഥയെ ചിലപ്പോൾ മെച്ചപ്പെടുത്തും, അതുപോലെ സാമ്പത്തിക അവസ്ഥയെ മോശപ്പെടുത്തുകയും ചെയ്യും. മനസ്സിലായില്ലേ? അതൊക്കെ എന്താണ്? അവരുടെ ഭാഗ്യം കണക്കിരിക്കും, അല്ലെങ്കിൽ അവർ ചിന്തിച്ച അല്ലെങ്കിൽ ആ സാഹചര്യം, സാമ്പത്തിക അവസ്ഥ കണക്ക്, അപ്പോഴത്തെ സാമൂഹിക സാമ്പത്തിക സാഹചര്യം കണക്ക് ഇരിക്കും. ഇതാണ് അനിമൽ സ്പിരിറ്റ്സ് എന്ന് പറയുന്നത്. അനിമൽ സ്പിരിറ്റ്, അതായത് നമ്മുടെ സ്പിരിറ്റ്, അനിമൽ സ്പിരിറ്റ്. അതൊക്കെ JM കെയ്ൻസ് ഉപയോഗിച്ചൊരു വാക്കാണ് അനിമൽ സ്പിരിറ്റ്. നമ്മുടെ ഒരു സ്പിരിറ്റ്, നമ്മുടെ ചിന്താഗതി എന്താണ്? നമ്മുടെ സാമ്പത്തിക അവസ്ഥയെ സ്വാധീനിക്കുന്നു. ഓക്കെ ആണല്ലോ? അടുത്ത് നോക്കുക, ലോസ് അവേർഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ലോസ് അവേർഷൻ എന്തുവാ? ടെൻഡൻസി ഓഫ് ദ പീപ്പിൾ, ആളുകളുടെ ടെൻഡൻസി ടു ഫീൽ പെയിൻ ഓഫ് എ ലോസ് മോർ ഇൻറ്റൻസീവ്ലി. ഒരു നഷ്ടമുണ്ടാകുന്ന, അല്ലേ, നഷ്ടത്തിലൂടെ ഉണ്ടാകുന്ന, നഷ്ടമുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പെയിൻ, വേദന, അവരെന്ത് ചെയ്യുന്നു? എങ്ങനെ ഫീൽ ചെയ്യുന്നു? മോർ ഇൻറ്റൻസീവ്ലി, അല്ലേ? മോർ ഇൻറ്റൻസ്ലി അവർ എന്താണ്? വളരെ ഇൻറ്റൻസ് ആയിട്ട്, വളരെ എന്താണ് തീവ്രമായിട്ട് അതിൻ്റെ ആ വേദന അനുഭവിക്കുന്നു, അല്ലെങ്കിൽ വേദന ഫീൽ ചെയ്യുന്നവർക്ക്. ദാൻ ദ പ്ലഷർ ഓഫ് ആൻ ഈക്വലൻ്റ് ഗെയിൻ, അതായത് അതിൽ നിന്ന് ഗെയിൻ ഉണ്ടാകുമെന്നുള്ള ഒരു നേട്ടം, അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ഗെയിനിലൂടെ ഉണ്ടാകുന്ന പ്ലഷർ, സന്തോഷത്തേക്കാൾ. ഇപ്പോൾ ഏതെങ്കിലും നമ്മളൊരു കാര്യം ചെയ്യുന്നു,
അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 50% ലോസും 50% ഗെയിനും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അത് ഇത്ര പെർസെൻറ്റേജ് നേട്ടം ഉണ്ടാകുന്നു. അപ്പോൾ പകുതി അല്ലേ 50% എന്താണ് ലോസ് ഉണ്ടാകാം, 50% ഗെയിനും ഉണ്ടാകാം. അപ്പോൾ രണ്ടിനും നേട്ടവും നഷ്ടവും ഉണ്ടാകാനുള്ള ഒരേ ചാൻസ് ആണുള്ളത്. അപ്പോൾ ഇവിടെ ആളുകൾക്ക് ലോസിനോട് പേടിയാണ് അല്ലേ. ടെൻഡൻസി ഓഫ് ദ പീപ്പിൾ ടു ഫീൽ ദ പെയിൻ ഓഫ് ലോസ് മോർ ഇൻറ്റൻസീവ്ലി. അവർ കൂടുതൽ തീവ്രമായിട്ട് എന്തിൻ്റെ പെയിനാണ് അവർ അനുഭവിക്കുന്നത്? ലോസിൻ്റെ പെയിൻ. അല്ലെങ്കിൽ അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഈ 50% ലോസ്, അല്ലെങ്കിൽ ലോസ് ഉണ്ടാകും. പക്ഷേ എന്തിനെക്കുറിച്ച് ചിന്തിക്കത്തില്ല? ഈ ഇക്വലൻ്റ് ഗെയിൻ. അപ്പോൾ 50% ഗെയിൻ ഉണ്ടാകാനുള്ള ചാൻസ് ആണ്. ആ ഗെയിനിൽ നിന്ന് കിട്ടുന്ന പ്ലഷർ അവർ കൺസിഡർ ചെയ്യത്തില്ല. നേട്ടമുണ്ടായാൽ നമുക്ക് സന്തോഷമാണ്. ആ പ്ലഷറിനേക്കാൾ അവരെന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ലോസ് ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന ആ പെയിൻ, ആ വേദനയ്ക്കാണ് അവർ കൂടുതൽ, അല്ലെങ്കിൽ ആ ഫീലിങ്സിനാണ് അവരെന്ത് ചെയ്യുന്നത്? കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ലോസ് അവേർഷൻ. അപ്പോൾ ഈ ലോസ് അവേർഷൻ എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ഈ ഒരു ഫീലിംഗ് വരുന്നതിൻ്റെ ഫലമായിട്ട് പല കാര്യങ്ങളിലും നമ്മൾ പിന്തിരിയും അല്ലേ. പല കാര്യങ്ങളിൽ അപ്പോൾ നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാൻ ശ്രമിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള 50-50 ചാൻസ് ഉള്ള കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല? നമ്മൾ നേരത്തെ ഷെയറിൻ്റെ കാര്യം പറഞ്ഞില്ലേ. അപ്പോൾ 100 രൂപയുടെ ഷെയർ 80 രൂപയായി. അപ്പോൾ നമ്മൾ ഇട്ടേക്കുന്നതാണ്. കാരണം ഗെയിൻ ഉണ്ടാകും കാര്യം. അപ്പോൾ വീണ്ടും ചിലപ്പോൾ ഫ്യൂച്ചറിൽ വീണ്ടും അത് തിരിച്ചു കയറി ഗെയിനിലേക്ക് വരാം എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ലോസിനെയാണ് നമ്മൾ ഭയപ്പെടുന്നത്. അപ്പോൾ ടെൻഡൻസി ഓഫ് ദ പീപ്പിൾ ടു ഫീൽ ദ പെയിൻ ഓഫ് എ ലോസ് മോർ ഇൻറ്റൻസീവ്ലി ദാൻ ദ പ്ലഷർ ഓഫ് ആൻ ഈക്വലൻ്റ് ഗെയിൻ. ഇതാണ് ലോസ് അവേർഷൻ എന്ന് പറയുന്നത്. ഈ ലോസ് അവേർഷൻ എന്ന് പറയുന്ന ഫീലിംഗ് നമ്മുടെ എക്കണോമിക് കണ്ടീഷനെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, അടുത്താണ് മെൻ്റൽ അക്കൗണ്ടിങ്. മറ്റൊരു കോൺസെപ്റ്റാണ് മെൻ്റൽ അക്കൗണ്ടിങ്. ദിസ് മീൻസ് പീപ്പിൾ അസൈൻ ഡിഫറെൻറ്റ് വാല്യൂസ് ടു സെയിം എമൗണ്ട് ഓഫ് മണി based on its source and intended use. അതായത് മെൻ്റൽ അക്കൗണ്ടിങ് മീൻസ് പീപ്പിൾ അസൈൻ ഡിഫറെൻറ്റ് വാല്യൂസ് ടു സെയിം എമൗണ്ട്. ഇപ്പം നമ്മുടെ കൈവശമുള്ള എമൗണ്ട് സെയിം എമൗണ്ട് ആണ്. പല സോഴ്സിൽ നമുക്ക് ഇൻകം കിട്ടും. സാലറിയിൽ നിന്ന് കിട്ടും. അതുപോലെ നമുക്ക് ട്രഡീഷണൽ ആയിട്ട് പരമ്പരാഗതമായിട്ടുള്ള ഇൻകം ഉണ്ടാകും അല്ലേ. അതുപോലെ കൃഷി ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ഇൻകം ഉണ്ടാകും. അങ്ങനെ പലതരത്തിൽ നമുക്ക് വരുമാനമുണ്ട്. ഇൻട്രസ്റ്റ്, പലിശ കിട്ടുന്നതുണ്ടാകും അല്ലേ. ഇൻസെൻറ്റീവ്സ് അല്ലേ, ഏതെങ്കിലും സ്ഥാപനത്തിൽ ഇൻസെൻറ്റീവ് ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ദിസ് മീൻസ് പീപ്പിൾ അസൈൻ ഡിഫറെൻറ്റ് വാല്യൂസ് ടു സെയിം എമൗണ്ട്. അപ്പോൾ ഈ ഒരു സെയിം എമൗണ്ട്, ഇപ്പോൾ 2000 രൂപ ഇൻസെൻറ്റീവായിട്ട് കിട്ടുന്നു, 2000 രൂപ സാലറി ആയിട്ട് കിട്ടുന്നു. ഇതിനൊക്കെ ഇത് സെയിം എമൗണ്ട് ആണ്. പക്ഷേ ഈ സെയിം എമൗണ്ടിന് ആളുകൾ കൽപ്പിക്കുന്ന വാല്യൂ വ്യത്യസ്തമായിരിക്കും. എമൗണ്ട് സെയിം ആണ്, പക്ഷേ ആളുകൾ കൊടുക്കുന്ന വാല്യൂ അതിന് വ്യത്യസ്തമായിരിക്കും. ഇതാണ് മെൻ്റൽ അക്കൗണ്ടിങ്. അതായത് പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ടിങ് അല്ല, ഇത് മെൻ്റൽ. നമ്മൾ മാനസികമായിട്ട് നമ്മളൊരു അക്കൗണ്ടിങ് നടത്തുന്നു. അതായത് ഒന്നുകൂടി പറയാം, ദിസ് മീൻസ് പീപ്പിൾ അസൈൻ, ആളുകൾ നൽകുന്നു ഡിഫറെൻറ്റ് വാല്യൂസ് ടു ദ സെയിം എമൗണ്ട്. അതായത് പല സോഴ്സിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടും. ആ ഓരോ സോഴ്സിൽ നിന്ന് കിട്ടുന്നത് സെയിം എമൗണ്ട് ആണെന്ന് കരുതുക. ഇപ്പോൾ 3 സോഴ്സിൽ നിന്ന് നമുക്ക് സാലറി ആയിട്ട് 5000 രൂപ കിട്ടി, ഇൻസെൻറ്റീവ് ആയിട്ട് 5000 രൂപ കിട്ടി, അല്ലെങ്കിൽ വേറൊരാൾ, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ, അല്ലെങ്കിൽ സുഹൃത്ത് 5000 രൂപ നിങ്ങൾക്ക് വെറുതെ തന്നു. ഇതൊക്കെ പല സോഴ്സ് ഓഫ് ഇൻകമാണ്. ഇങ്ങനെ ഈ സോഴ്സ് ഓഫ് ഇൻകത്തിന് നിങ്ങൾ കൊടുക്കുന്ന വാല്യൂസ് എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. അതെന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ബേസ്ഡ് ഓൺ ഇറ്റ് സോഴ്സ് ആൻഡ് ഇൻറ്റൻഡഡ് യൂസ്. അതെന്തിനെ ആശ്രയിച്ച്? ഈ ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുന്നത് എന്തിൻ്റെ ആശ്രയിച്ചാണ്? ബേസ്ഡ് ഓൺ ഇറ്റ് സോഴ്സ്, അതിൻ്റെ സോഴ്സിനെ ആശ്രയിച്ചിരിക്കും. അതുപോലെ ഇൻറ്റൻഡഡ് യൂസ്, അതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉപയോഗിക്കാൻ പോകുന്നത് അതിൻ്റെ ഉപയോഗത്തെയും ആശ്രയിച്ചിരിക്കും. അപ്പോൾ പല സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് സെയിം എമൗണ്ട് കിട്ടുന്നു. ഇപ്പോൾ 3 സോഴ്സിൽ നിന്നും നിങ്ങൾക്ക് 5000 രൂപ വെച്ച് കിട്ടി. ഇപ്പോൾ സെയിം എമൗണ്ട് ആണ്. ആ സെയിം എമൗണ്ട് ഓഫ് മണിക്ക് നിങ്ങൾ കൽപ്പിക്കുന്ന ഇമ്പോർട്ടൻസ് വ്യത്യസ്തമായിരിക്കും. ആ ഇമ്പോർട്ടൻസ് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന വാല്യൂ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? അതിൻ്റെ സോഴ്സ്, എവിടെ നിന്നാണ് അത് കിട്ടിയത്, അതിനെ ആശ്രയിച്ചിരിക്കും. ആൻഡ് ഇൻറ്റൻഡഡ് യൂസ്, അതിൻ്റെ ഉപയോഗത്തെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ നമുക്കിപ്പോൾ ഫുഡിന്, ക്ലോത്തിന്, റെൻറ്റിന് അല്ലേ, ഇതിനൊക്കെ നമുക്ക് ഒരുപാട് പൈസ, എല്ലാത്തിനും നമുക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് അല്ല നമ്മൾ ഒരിക്കലും കൊടുക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഇപ്പോൾ ഇൻസെൻറ്റീവായിട്ട് 5000 രൂപ കിട്ടി. അപ്പോൾ ആളുകൾ ഇത് ഇൻസെൻറ്റീവ് കിട്ടിയതാണ്, അത് കൂടുതൽ നമുക്ക് ചിലവാക്കാം, കറങ്ങി നടക്കാം, അല്ലെങ്കിൽ കുറച്ചധികം സാധനങ്ങൾ മേടിക്കാം, അല്ലെങ്കിൽ ലെഷറിന് വേണ്ടി ഉപയോഗിക്കാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പോൾ നമ്മൾ സാലറി ആണെങ്കിൽ സാലറിയിൽ നിന്ന് കിട്ടുന്ന പൈസയാണെങ്കിൽ നമ്മൾ നോക്കി മാത്രമേ ചിലവഴിക്കാവൂ, നമ്മൾ അടിച്ചു പൊടിക്കത്തില്ല. അപ്പോൾ ഇൻസെൻറ്റീവായിട്ട് കിട്ടുന്ന പൈസ, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ നമുക്ക് പൈസ കിട്ടും, അതൊക്കെ നമ്മൾ ചെയ്യും? ഈ സാലറിക്ക് സെയിം എമൗണ്ട് ആണെങ്കിൽ പോലും നമ്മൾ ഇത് ചിലവാക്കാനുള്ള താല്പര്യം കൂടുതലായിരിക്കും. ഇതാണ് മെൻ്റൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ സെയിം എമൗണ്ടിനെ നമ്മൾ പലതായിട്ട് വാല്യൂ ചെയ്യുന്നു. അതെന്തിനെ ആശ്രയിച്ചിരിക്കും? ആ വാല്യൂ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു?
അത് കിട്ടുന്ന സോഴ്സിനെയും അതിൻ്റെ ഇൻറ്റൻഡഡ് യൂസിനെ ഏത് കാര്യത്തിനാണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്നതിനെയും ആശ്രയിച്ചിരിക്കും. ക്ലിയർ ആണല്ലോ? ഇതാണ് മെൻ്റൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഇതിൻ്റെ കീ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. മെൻ്റൽ അക്കൗണ്ടിങ് ഒരു കോൺസെപ്റ്റാണ്. അതുപോലെ പിന്നെ എന്താ പറഞ്ഞത്, ലോസ് അവേർഷൻ അല്ലേ. ലോസ് അവേർഷൻ എന്ന് പറയുന്നത് മറ്റൊരു കോൺസെപ്റ്റ്. അനിമൽ സ്പിരിറ്റ്, പിന്നെന്താ പറഞ്ഞത്, എക്സ്പെക്റ്റേഷൻ ഫോർമേഷൻ, ഹ്യൂറിസ്റ്റിക്സ്, കോഗ്നിറ്റീവ് ബയാസസ്, അതുപോലെ ബൗണ്ടഡ് റാഷണാലിറ്റി. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ. ബിഹേവിയർ മാക്രോ ഇക്കണോമിക്സിൻ്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ MCQ കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി വരും. ഇതിൻ്റെ കോൺസെപ്റ്റ് ബിഹേവിയറൽ എക്കണോമിക്സിൻ്റെ കോൺസെപ്റ്റുകളാണ് ഇതെന്ന് കൃത്യമായിട്ട് അതിൻ്റെ ടൈറ്റിൽസ് പഠിച്ചു വയ്ക്കുക. അതുപോലെ ബൗണ്ടഡ് റാഷണാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കി വയ്ക്കുക. ഇതിപ്പോൾ കൃത്യമായിട്ട് ഇന്ന് കാണാതെ പഠിക്കണം. അതിൻ്റെ കീ പോയിന്റ്സ് ഓരോന്നും കോഗ്നിറ്റീവ് ബയസ് എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കി, എൻ്റെ കണ്ടന്റ് എന്താണെന്ന് കൃത്യമായി എൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ അത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അല്ലാതെ നിങ്ങളിത് കൃത്യമായിട്ട് ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കാണാതെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കിട്ടണമെന്ന് ഇല്ലെങ്കിൽ ബോറിംഗ് ആയിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ ഇനി നോക്കിയേ, ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷനാണ്. ഇതെങ്ങനെയാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്, എവിടെയൊക്കെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, ബിഹേവിയറൽ എക്കണോമിക്സ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഹെൽത്ത് കെയർ അല്ലേ. ഹെൽത്ത് കെയറിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എവിടെ യൂസ് ചെയ്യുന്നുണ്ടേ? ഹെൽത്ത് കെയറിൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് കെയറിൽ എന്ന് വെച്ചാൽ എല്ലാ പോളിസി, ഫിസിക്കൽ പോളിസി, മോണിറ്ററി പോളിസി എല്ലായിടത്തും എന്തിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്? ബിഹേവിയർ എക്കണോമിക്സിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് ഒരു സ്ഥലത്ത് എന്താണ്? ഹെൽത്ത് കെയർ, ആരോഗ്യവുമായി ബന്ധപ്പെട്ട്. അതുപോലെ ഫിനാൻസ് അല്ലേ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള സെക്ടേഴ്സിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ മാർക്കറ്റിംഗ് രംഗത്ത്. അതുപോലെ എന്താണ്? പബ്ലിക് പോളിസി മീൻസ് ഫിസിക്കൽ പോളിസി, മോണിറ്ററി പോളിസി, ഇതുമായി ബന്ധപ്പെട്ടത് യൂസ് ചെയ്യാറുണ്ട്. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്. എൻവയോൺമെൻറ്റ്, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട്. ഇൻഷുറൻസ് രംഗത്ത്. അതുപോലെ എംപ്ലോയ്മെൻറ്റ്, തൊഴിലുമായി ബന്ധപ്പെട്ട്. ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട്. ഇങ്ങനെ ഈ രംഗങ്ങളിലെല്ലാം, ഇപ്പോൾ പറഞ്ഞ മേഖലകളിലെല്ലാം എന്തിൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്? ബിഹേവിയർ എക്കണോമിക്സിൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഈ പറയുന്ന എന്ന് വെച്ചാൽ സർവ്വ മേഖലകളിലും എന്തിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്? ബിഹേവിയർ എക്കണോമിക്സിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. അതായത് പ്രധാനപ്പെട്ട സെക്ടേഴ്സാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഓർക്കേണ്ട ഒരു കാര്യം, ഇതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ബിഹേവിയർ ഇക്കണോമിസ്റ്റുകൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ബിഹേവിയർ ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇക്കോണമിസ്റ്റുകൾ ആരൊക്കെയാണ്, സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ആരൊക്കെയാണ്? ഓക്കെ, ഒന്ന് ഗാരി ബക്കർ, ഹെർബർട്ട് സൈമൺ, ഡാനിയൽ കാനിമാൻ, ജോർജ് അക്കർലൂഫ്, റിച്ചാർഡ് എച്ച് ടൈലർ. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ്? ഇതിനകത്ത് നോട്ടബിൾ ഇക്കോണമിസ്റ്റുകളാണ്, ബിഹേവിയറൽ ഇക്കോണമിസ്റ്റുകളാണ്, പ്രധാനപ്പെട്ട ഇക്കോണമിസ്റ്റുകൾ. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന പേരുകളാണ്, മനസ്സിലാക്കി വയ്ക്കുക. ഗാരി ബക്കർ ഈസ് റിലേറ്റഡ് ടു ബിഹേവിയർ ഇക്കണോമിക്സ്, അങ്ങനെ മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ ഹെർബർട്ട് സൈമൺ, ഡാനിയൽ കാനിമാൻ, ജോർജ് അക്കർലൂഫ്, അതുപോലെ മറ്റെന്താണ്? റിച്ചാർഡ് എച്ച് ടാലർ. ദീസ് ഇക്കോണമിസ്റ്റ് ആർ റിലേറ്റഡ് ടു ബിഹേവിയറൽ ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, ഇക്കണോമിക്സിൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് കൊണ്ടുവരുന്ന തരത്തിൽ ഇക്കണോമിക്സിനെ വ്യാഖ്യാനിച്ച ഇക്കോണമിസ്റ്റുകളാണ് ആരൊക്കെയെന്ന് പറയുന്നത്? ഗാരി ബക്കർ, ഹെർബർട്ട് സൈമൺ, ഡാനിയൽ കാനിമാൻ, ജോർജ് അക്കർലൂഫ്, റിച്ചാർഡ് എച്ച് ടാലർ. ഓക്കെ ആണല്ലോ. ഇനി ഹു ഈസ് ദ ഫാദർ ഓഫ് ബിഹേവിയറൽ എക്കണോമിക്സ്? ഇതിന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഈ പറഞ്ഞ ഇക്കോണമിസ്റ്റുകൾ വേറെ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്താണ് ഇതിൻ്റെ വളർച്ചയ്ക്ക്, ബിഹേവിയറൽ എക്കണോമിക്സിൻ്റെ വളർച്ചയ്ക്ക് അവരുടേതായ സംഭാവനകൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ബിഹേവിയറൽ എക്കണോമിക്സിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് റിച്ചാർഡ് ടാലറാണ്. റിച്ചാർഡ് എച്ച് ടാലറെയാണ് ബിഹേവിയർ എക്കണോമിക്സിൻ്റെ ഫാദർ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ബിഹേവിയർ എക്കണോമിക്സിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്ന ആരാണ്? റിച്ചാർഡ് ടാലറിനെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ട് എന്തിൽ നിന്ന് പറയാനുള്ളത്? ബിഹേവിയർ എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ്. അതിനകത്ത് എല്ലാ പോയിന്റ്സും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് ഇത് എന്തുമായി റിലേറ്റ് ചെയ്ത് വരുന്നതാണ്, അല്ലെങ്കിൽ ബിഹേവിയർ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന ഇക്കണോമിസ്റ്റുകൾ ഉൾപ്പെടുന്നത് ആര്, ഉൾപ്പെടാത്തത് ആര്, ഫാദർ ഓഫ് ബിഹേവിയർ എക്കണോമിക്സ് ആര്, ഇതിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതിൽ നിന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പം നമുക്ക് അടുത്ത ടോപ്പിക്കാണ് അല്ലേ, നമ്മൾ ബിഹേവിയർ എക്കണോമിക്സ് ആൻഡ് കൺസംഷൻ പസിൽ ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് കൺസംഷൻ ഫങ്ഷൻസ് ആൻഡ് പസിൽ. അപ്പോൾ ആദ്യം നോക്കേണ്ടത് കൺസംഷൻ ഫങ്ഷൻ. നമ്മൾ പസിൽ അല്ലേ, നമ്മൾ ഫില്ലപ്പ് ചെയ്യുന്ന പസിൽ അറിയാമല്ലോ. പസിൽ ഒരു ഗെയിമുണ്ട് പസിൽ എന്ന് പറയുന്നത്. അതുപോലെ എന്താണ് ഇവിടെ പസിൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കോൺട്രാഡിക്ഷനെയാണ് ഇവിടെ പസിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ എന്തൊരു വൈരുദ്ധ്യത്തെയാണ് കേട്ടോ കൺസംഷൻ പസിൽ. നമ്മൾ പഠിക്കാൻ മനസ്സിലാവും. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക എന്താണ് കൺസംഷൻ.
കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപഭോഗധർമ്മം എന്ന് പറയും. എന്താണ് നോക്കിയേ, ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം. കൺസംഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന C എന്ന ലെറ്ററാണ്, അതുപോലെ ഇൻകത്തെ Y എന്ന ലെറ്റർ ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്തിരിക്കും. അപ്പോൾ കൺസംഷൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്ട്, ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം. ആരൊക്കെ തമ്മിലുള്ള ബന്ധമാണ്? ഉപഭോഗവും വരുമാനവും തമ്മിലുള്ള ബന്ധം, സിയും വൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറയുന്ന പേരാണ് കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറയും. അക്കോർഡിംഗ് ടു JM കെയ്ൻസ്, JM കെയ്ൻസിന്റെ അഭിപ്രായത്തിൽ കൺസംഷൻ ഇൻക്രീസസ് ആസ് ഇൻകം ഇൻക്രീസസ്. കൺസംഷൻ ഇൻക്രീസ് ചെയ്യുന്നു, ആദ്യം വർദ്ധിക്കുമ്പോൾ, ഇൻകം വർദ്ധിക്കുമ്പോൾ കൺസംഷൻ വർദ്ധിക്കുന്നു. നോർമലി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ഇൻകം വർദ്ധിക്കുമ്പോൾ നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ അളവന്തിയും കൂടും. ദാറ്റ് മീൻസ് കൺസംഷൻ ആൾസോ ഇൻക്രീസസ്, ബട്ട് നോട്ട് ബൈ ആസ് മച്ച് ആസ് ഇൻക്രീസ് ഇൻ ഇൻകം. അതാണ് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്. ബട്ട് നോട്ട് ബൈ ആസ് മച്ച് ആസ് ഇൻക്രീസ് ഇൻ ഇൻകം. അപ്പോൾ ഇൻകം വർദ്ധിക്കുമ്പോൾ കൺസംഷൻ വർദ്ധിക്കുന്നു, പക്ഷേ എങ്ങനെയല്ല, ബട്ട് നോട്ട് ബൈ ആസ് മച്ച് ആസ് ദ ഇൻക്രീസ് ഇൻ ഇൻകം. ഏതിനനുസരിച്ചല്ല, ആ ഇൻകം വർദ്ധിക്കുന്നതിനനുസരിച്ച് എന്ത് വർദ്ധിക്കില്ല? കൺസംഷൻ വർദ്ധിക്കത്തില്ല. പിന്നെയോ ഇൻകം വർദ്ധിക്കുന്ന റേറ്റിനേക്കാൾ കുറവായിരിക്കും ഏത് വർദ്ധിക്കുന്നത്? കൺസംഷൻ വർദ്ധിക്കുന്നത്. ബട്ട് നോട്ട് ബൈ ആസ് മച്ച് ആസ് ദ ഇൻക്രീസ് ഇൻ ഇൻകം. ഇൻകം വർദ്ധിക്കുന്ന അതേ റേറ്റിൽ എന്തില്ല? വർദ്ധിക്കത്തില്ല കൺസംഷൻ. ഇപ്പോൾ നിങ്ങളുടെ ഇൻകം, നിലവിലുള്ള ഇൻകത്തിൻ്റെ കൂടെ ഒരു 100 രൂപ കൂടെ വർധന ഉണ്ടായി, കൺസംഷൻ സ്വാഭാവികമായിട്ടും കൺസംഷൻ വർദ്ധിക്കും. പക്ഷേ 100 രൂപയും നിങ്ങൾ എന്ത് ചെയ്യില്ല? കൺസ്യൂം ചെയ്യില്ല. അതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? 100 രൂപയ്ക്കും കൺസ്യൂം ചെയ്യില്ല, ചിലപ്പോൾ ഒരു 70 രൂപയ്ക്ക് കൺസ്യൂം ചെയ്യും, ബാക്കി 30 രൂപ നിങ്ങൾ എന്ത് ചെയ്യും? സേവ് ചെയ്യും. അപ്പോൾ ഇൻകം കൂടിയപ്പോൾ കൺസംഷൻ കൂടിയോ എന്ന് വെച്ചാൽ കൂടി, പക്ഷേ ഇൻകത്തിൻ്റെ അതേ റേറ്റിൽ എന്ത് കൂടിയില്ല? കൺസംഷൻ കൂടിയില്ല എന്നാണ് ആര് പറയുന്നത്? JM കെയ്ൻസ് പറഞ്ഞത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക എന്താണ് കൺസംഷൻ ഫംഗ്ഷൻ. കൺസംഷൻ ഫംഗ്ഷൻ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം. അതിന് നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, C ഈസ് ദ ഫംഗ്ഷൻ ഓഫ് Y എന്ന് ഡിനോട്ട് ചെയ്യാം. C ഈസ് ദ ഫംഗ്ഷൻ ഓഫ് Y. കൺസംഷൻ ഫംഗ്ഷനെ ജനറലി ഇങ്ങനെയാണ് എഴുതുന്നത്, C ഈസ് ദ ഫംഗ്ഷൻ ഓഫ് Y. C കൺസംഷൻ എന്തിൻ്റെ ഫംഗ്ഷനാണ്? Yയുടെ ഫംഗ്ഷൻ. Y മീൻസ് ഇൻകം, ഇൻകത്തിൻ്റെ ഫംഗ്ഷൻ. ദാറ്റ് മീൻസ് വെൻ ഇൻകം ഇൻക്രീസസ് കൺസംഷൻ ആൾസോ ഇൻക്രീസസ്, വെൻ ഇൻകം ഡിക്രീസസ് കൺസംഷൻ ആൾസോ ഡിക്രീസസ്. ക്ലിയർ ആണല്ലോ? ഇനി നോക്കി, കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷനെ കുറിച്ചാണ് നെക്സ്റ്റ് പഠിക്കുന്നത്. കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ എന്താണ്? കെയ്ൻസിന്റെ കൺസംഷൻ ഫംഗ്ഷൻ നോക്ക്. അപ്പോൾ കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ എങ്ങനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നു? C is equal to C bar plus BY. C is equal to C bar plus BY. ഇതാണ് കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ. C is equal to C bar plus CY. ഇവിടെ C bar എന്ന് പറയുന്നത് എന്താണ്? ഓട്ടോണമസ് കൺസംഷൻ. അപ്പോൾ ആദ്യം C നോക്കുക. C എന്താണ്? ടോട്ടൽ കൺസംഷൻ. C എന്താണ്? ടോട്ടൽ. അപ്പോൾ കെയ്ൻസിന്റെ കൺസംഷൻ ഇക്വേഷൻ ആണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ കെയ്ൻസ് എന്താണ് കൺസംഷൻ ഫംഗ്ഷൻ. ആദ്യം നമ്മൾ ജനറലി കൺസംഷൻ ഫംഗ്ഷൻ എന്താണ് പറഞ്ഞു? എന്താ? C ഈസ് ദ ഫംഗ്ഷൻ ഓഫ് Y എന്ന് പറഞ്ഞു അല്ലേ? C ഈസ് ദ ഫംഗ്ഷൻ ഓഫ് Y എന്ന് പറയുന്നത് ജനറലി കൺസംഷൻ ഫംഗ്ഷൻ ആണ്. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? കെയ്ൻസിന്റെ കൺസംഷൻ ഫംഗ്ഷൻ ആണ് പറയുന്നത്. കെയ്ൻസ് എന്താണ് കൺസംഷൻ ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞത്? C ഈസ് ദ അല്ലേ, C ഈസ് ഈക്വൽ ടു C ബാർ പ്ലസ് BY. അവിടെ C എന്താണ്? ടോട്ടൽ കൺസംഷൻ. ഓക്കെ. C ബാർ എന്താണ്? ഓട്ടോണമസ് കൺസംഷൻ. C ബാർ എന്താണ്ടേ? ഓട്ടോണമസ് കൺസംഷൻ. C ബാർ എന്താണ്? ഓട്ടോണമസ് കൺസംഷൻ ആണ്. C ബാർ എന്ന് പറഞ്ഞാൽ ഓട്ടോണമസ് കൺസംഷൻ. എന്താണ് ഓട്ടോണമസ് കൺസംഷൻ? അതായത് നിങ്ങളുടെ ഇൻകം 0 ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു കൺസംഷൻ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വരുമാനമില്ല, പക്ഷെ വരുമാനമില്ലെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ, ക്ലോത്ത്സ് ഒക്കെ മേടിച്ചല്ലേ പറ്റൂ. അങ്ങനെ മേടിക്കും നമ്മൾ. ഇപ്പം നിലവിൽ വരുമാനമൊന്നുമില്ല, ഇപ്പോൾ ജോലിയില്ല, വരുമാനമില്ല, പക്ഷേ എങ്കിലും ഫുഡ് ഐറ്റംസും അതുപോലെ ക്ലോത്ത്സ് ഇതൊക്കെ കൺസ്യൂം അല്ലേ, എസെൻഷ്യൽ പ്രോഡക്ട്സ് നമ്മൾ കൺസ്യൂം ചെയ്തേ പറ്റൂ. ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് നമുക്ക് പലർക്കും വരുമാനമില്ലായിരുന്നു, പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഒന്നുകിൽ പാസ്റ്റ് സേവിങ്സ് ഉപയോഗിച്ചു അല്ലേ. ഇപ്പോൾ ഗോൾഡ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് പണയം വയ്ക്കുക, അല്ലെങ്കിൽ അവിടെ അങ്ങനെ, അല്ലെങ്കിൽ ബാങ്കിൽ കുറച്ച് സേവിങ്സ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചു, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബോറോ ചെയ്യും അല്ലേ, പൈസ കടം വാങ്ങും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ആ സാധനങ്ങൾ മേടിച്ച്. അതാണ് പാസ്റ്റ് സേവിങ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബോറോ ചെയ്യും. അപ്പോൾ വരുമാനമില്ല എന്ന് കരുതി നമുക്ക് കൺസംഷൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല എന്നാണ് കെയ്ൻസ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യും? ബോറോ ചെയ്യുകയോ അല്ലെങ്കിൽ പാസ്റ്റ് സേവിങ്സ് ഉപയോഗിക്കുകയോ ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഓട്ടോണമസ് കൺസംഷൻ. ഇൻകം 0 ആയിരിക്കുമ്പോൾ നിലവിലുള്ള കൺസംഷനെ പറയുന്ന പേരാണ് ഓട്ടോണമസ് കൺസംഷൻ. ഇതിനെ ചില ഇക്വേഷൻസിൽ A എന്നും കൊടുക്കാറുണ്ട് കേട്ടോ. C ബാറിന് പകരം എന്താണ്? A എന്നും കൊടുക്കാറുണ്ട്. C ബാർ ഓർ A ഇങ്ങനെയും കൊടുക്കാറുണ്ട്. A എന്ന ലെറ്ററും യൂസ് ചെയ്യാറുണ്ട്.
അപ്പോൾ ഇതാണ് ഓട്ടോണമസ് കൺസംഷൻ. ഇൻകം സീറോ ആയിരിക്കുമ്പോൾ അവിടെ ഒരു കൺസംഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ കൺസംഷനെ പറയുന്ന പേരാണ് ഓട്ടോണമസ് കൺസംഷൻ. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആറ്റ് സി ബാർ. ഇതിനെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് സി ബാർ കൊടുത്തേക്കുന്നത്, അല്ലെങ്കിൽ എ എന്ന് പറയും. ഓക്കെ, അടുത്തതിനകത്ത് ബി കൊണ്ടല്ലോ. ബി എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ബി ആണ് കേട്ടോ, സ്മോൾ ലെറ്റർ ബി ആണ്. ബി, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. ഓക്കെ, ഇതാണ് MPC എന്ന് പറയുന്നത്. എന്താണ്? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയും. അപ്പോൾ ഈ MPC അല്ലേ, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. ഇപ്പോൾ ഇക്വേഷനിൽ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. അതാണ് MPC. നമ്മൾ MPC എന്ന് ഡിനോട്ട് ചെയ്യും, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. അടുത്ത Y എന്താണ്? Y ഡിസ്പോസിബിൾ ഇൻകം. Y എന്താണ്? ഡിസ്പോസിബിൾ ഇൻകം. ഡിസ്പോസിബിൾ ഇൻകം എന്ന് വെച്ചാൽ നമ്മൾ കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന എന്താണ്? ആഫ്റ്റർ ടാക്സ് പേയ്മെന്റ്. ടാക്സ് പേയ്മെന്റ് കഴിഞ്ഞ് നമ്മൾ ഡിസ്പോസിബിൾ ഇൻകം നാഷണൽ ഇൻകം അക്കൗണ്ടിൽ പഠിച്ചിരുന്നു. ഡിസ്പോസിബിൾ ഇൻകം എന്ന് വെച്ചാൽ ഇൻകം ആഫ്റ്റർ ദ പേയ്മെന്റ് ഓഫ് ടാക്സസ്. ടാക്സ് പേയ്മെന്റ് നടത്തിയതിനു ശേഷമുള്ള ഇൻകമാണ് എന്ന് പറയുന്നത് ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. ഡിസ്പോസിബിൾ ഇൻകം അല്ലേ? അപ്പൊ ആ ഡിസ്പോസിബിൾ ഇൻകം ആണ് Y എന്ന് പറയുന്നത്. അതിനെന്താണ്? YD എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട് കേട്ടോ, YD. അത് പറയാൻ കാരണം ചില ഇക്വേഷനിൽ അവർ YD എന്ന് കൊടുത്തിട്ട്, അപ്പോൾ YD എന്ന് കൊടുത്താൽ Y തന്നെയാണ്, ചിലതിൽ അവർ എന്താണ് YD എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. YD എന്ന് വെച്ചാൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് വെച്ചാൽ ടാക്സ് പേയ്മെന്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ഇൻകം, അതല്ലേ നമുക്ക് കൺസംഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റൂ, അതാണ് YD. അപ്പോൾ ഇതാണ് കൺസംഷൻ ഇക്വേഷൻ അല്ലെങ്കിൽ കൺസംഷൻ ഫംഗ്ഷൻ. കെയ്ൻസിന്റെ കൺസംഷൻ ഫംഗ്ഷൻ C is equal to C bar plus BY. C ടോട്ടൽ കൺസംഷൻ, C bar ഓട്ടോണമസ് കൺസംഷൻ. C ബാറിനെ A എന്നും ചിലപ്പോൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. അതുപോലെ B എന്താണ്? ഇതിനകത്ത് B മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, MPC എന്ന് പറയും. Y ഡിസ്പോസിബിൾ ഇൻകം, YD അല്ലേ? YD എന്നും Y നമ്മൾ YD എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. കൺസംഷൻ ഇക്വേഷൻ ക്ലിയർ ആണല്ലോ? ഇതാണ് കെയ്ൻസിന്റെ കൺസംഷൻ ഇക്വേഷൻ അല്ലെങ്കിൽ കൺസംഷൻ ഫംഗ്ഷൻ. ഓക്കെ, ഇനി അടുത്ത് നോക്ക്. ഇതിനകത്ത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, MPC എന്ന് പറയും. എന്താണ് MPC? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്താണ്? നോക്കേ, MPC refers to proportion of an increase in income that consumer spends on goods and services. അപ്പോൾ എന്താണ് MPC? അപ്പോൾ കെയ്ൻസിന്റെ കൺസംഷൻ ഫംഗ്ഷനിൽ പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആണ് MPC, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. ഇതിനെ ഡിനോട്ട് ചെയ്ത് ഏതാണ്? B എന്ന സ്മോൾ ലെറ്റർ ആണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെ MPC എന്ന് വെച്ചാൽ MPC റെഫേഴ്സ് ടു പ്രൊപ്പോർഷൻ ഓഫ് ഇൻക്രീസ് ഇൻ ഇൻകം. അതായത് നമ്മുടെ വർദ്ധിക്കുന്ന വരുമാനം ഉണ്ടല്ലോ, നിങ്ങളുടെ ഇൻകം വർദ്ധിക്കുന്നു. അപ്പോൾ 100 രൂപ നിങ്ങളുടെ നിലവിലുള്ള ഇൻകത്തിനോടൊപ്പം 100 രൂപ വർദ്ധിച്ചു. അപ്പോൾ വർധനവ് 100 രൂപയാണ് ഇൻകത്തിൽ. അതിൽ നിന്ന് അതിൻ്റെ പ്രൊപ്പോർഷൻ, അതിൻ്റെ അനുപാതം ദാറ്റ് കൺസ്യൂമർ സ്പെൻഡ്സ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. അതിൻ്റെ ഒരു പോർഷൻ, വർദ്ധിച്ച ഇൻകത്തിൻ്റെ ഒരു പോർഷൻ നിങ്ങൾ എന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്തു? ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂം ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്തു. ഇതിനെയാണ് MPC എന്ന് പറയുന്നത്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. അപ്പോൾ MPC റെഫേഴ്സ് ടു പ്രൊപ്പോർഷൻ ഓഫ് ആൻ ഇൻക്രീസ് ഇൻ ഇൻകം, പ്രൊപ്പോർഷൻ ഓഫ് ആൻ ഇൻക്രീസ് ഇൻ ഇൻകം ദാറ്റ് കൺസ്യൂമർ സ്പെൻഡ്സ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ വർദ്ധിച്ച വരുമാനത്തിൻ്റെ ഒരു പ്രൊപ്പോർഷൻ, ഒരു പോർഷൻ നിങ്ങൾ ഗുഡ്സ് ആൻഡ് സർവീസ് അല്ലെങ്കിൽ കൺസംഷന് വേണ്ടി ഉപയോഗിച്ചു. ഇതിനെയാണ് MPC എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഉണ്ട്. MPC is equal to delta C by delta Y. delta C by delta Y. എന്താണ് delta C? അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് delta C by delta Y. നോക്ക്, ഇത് ഇങ്ങനെയും പറയാറുണ്ട്. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ കൺസംഷൻ ടു ചേഞ്ച് ഇൻ ഇൻകം. ഡെൽറ്റ സി എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ കൺസംഷൻ, ചേഞ്ച് ഇൻ കൺസംഷൻ. ഡെൽറ്റ കൊടുക്കുന്ന ചേഞ്ചിനാണ് കേട്ടോ. അപ്പോൾ ഡെൽറ്റ സി എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ കൺസംഷൻ, ഡെൽറ്റ വൈ ചേഞ്ച് ഇൻ ഇൻകം. ഓക്കെ, അപ്പോൾ ഇവ തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത്? MPC. അങ്ങനെയും പറയാറുണ്ട്. അപ്പോൾ എക്സാമിന് ചോദിക്കും, ദ റേഷ്യോ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ കൺസംഷൻ ടു ചേഞ്ച് ഇൻ ഇൻകം ഈസ് കാൾഡ് ഡാഷ്. എന്താണ്? MPC. എന്താണ്ട്? MPC ആണ്. അപ്പോൾ ഇതാണ്, ഇറ്റ്സ് വാല്യൂ ഓൾവേസ് ലൈസ് ബിറ്റ്വീൻ 0 and 1. നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. ഇതിന്റെ വാല്യൂ എപ്പോഴും എന്തിനിടയ്ക്കായിരിക്കും? 0ക്കും 1നും ഇടയിലായിരിക്കും. ഇറ്റ്സ് വാല്യൂ ആൾവേസ് ലൈസ് ബിറ്റ്വീൻ 0. അപ്പോൾ MPCയുടെ വാല്യൂ എപ്പോഴും 0ക്കും 1നും ഇടയിലായിരിക്കും. ഓർത്തിരിക്കുക, 0ക്കും 1. MPCയുടെ വാല്യൂ എപ്പോഴും എന്തിനാണ്? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമിന്റെ വാല്യൂ എപ്പോഴും 0ക്കും 1നും ഇടയിലായിരിക്കും. ക്ലിയർ ആണല്ലോ? അടുത്തതാണ്, MPC പഠിക്കുന്നത് കൊണ്ട് ഈ ഒരു കോൺസെപ്റ്റ് കൂടി മനസ്സിലാക്കാം. നമ്മൾ ഇക്വേഷൻ MPC ഉള്ളൂ, പക്ഷേ ഈ ഒരു കോൺസെപ്റ്റ് കൂടി മനസ്സിലാക്കണം.
മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്, MPS എന്ന് പറയും. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. ഇതെന്താണ് MPS? MPC പറഞ്ഞതുപോലെ തന്നെയാണ്. MPS, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്, റെഫേഴ്സ് ടു പ്രപ്പോർഷൻ ഓഫ് ആൻ ഇൻക്രീസ് ഇൻകം. വർദ്ധിച്ച വരുമാനത്തിന്റെ ഒരു പ്രപ്പോർഷൻ ദാറ്റ് കൺസ്യൂമർ യൂസ്ഡ് ഫോർ സേവിങ്. കൺസ്യൂമർ ഈ വർദ്ധിച്ച വരുമാനത്തിന്റെ ഒരു പോർഷൻ കൺസംഷന് വേണ്ടി ഉപയോഗിച്ചത് നമ്മൾ MPC എന്ന് പറഞ്ഞെങ്കിൽ, ഇവിടെ വർദ്ധിച്ച വരുമാനത്തിന്റെ ഒരു പോർഷൻ എന്തിനു വേണ്ടി ഉപയോഗിച്ചു? സേവിങ്സിന് വേണ്ടി ഉപയോഗിച്ചു. ഇറ്റ് ഈസ് കാൾഡ് MPS. അപ്പോൾ MPS റെഫേഴ്സ് ടു പ്രപ്പോർഷൻ ഓഫ് ഇൻക്രീസ് ഇൻ ഇൻകം ദാറ്റ് കൺസ്യൂമർ യൂസ്ഡ് ഫോർ സേവിങ്. ഇപ്പോൾ 100 രൂപ നിങ്ങളുടെ ഇൻകം അല്ലേ, നിങ്ങളുടെ ഇൻകം വർദ്ധിച്ചു, അതിൽ 70 രൂപയ്ക്ക് നിങ്ങൾ കൺസ്യൂം ചെയ്തു, അത് MPC. അതിൽ ബാക്കി 30 രൂപ നിങ്ങൾ സേവ് ചെയ്തു, അപ്പോൾ സേവിങ്സും വർദ്ധിച്ചു, അതാണ് എന്ത്? MPS. ക്ലിയർ ആണല്ലോ? MPS കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ MPS ഈസ് ഈക്വൽ ടു ഡെൽറ്റ എസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ. ഡെൽറ്റ എസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ. ചേഞ്ച് ഇൻ സേവിങ്സ്, ഡെൽറ്റ എസ് എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ സേവിങ്സ് ബൈ ചേഞ്ച് ഇൻ ഇൻകം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ സേവിങ്സ് ടു ചേഞ്ച് ഇൻ ഇൻകം. അപ്പോൾ ആരൊക്കെ തമ്മിലുള്ള റേഷ്യോ ആണിത്? ചേഞ്ച് ഇൻ സേവിങ്സും സേവിങ്സിലുള്ള മാറ്റവും ഇൻകത്തിലുള്ള മാറ്റവും തമ്മിലുള്ള റേഷ്യോ ആണെന്ത്? MPS അല്ലേ? ദ വാല്യൂ ഓഫ് MPS ആൾവേസ് ലൈസ് ബിറ്റ്വീൻ 0 and 1. ഇതിൻ്റെയും വാല്യൂ എപ്പോഴും എന്തിനിടയ്ക്കായിരിക്കും? 0ക്കും 1. അപ്പോൾ MPCയുടെ വാല്യൂയും MPSന്റെ വാല്യൂ എപ്പോഴും 0ക്കും 1നും ഇടയിലായിരിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത, MPC പ്ലസ് MPS ഈസ് ഈക്വൽ ടു 1. MPCയുടെ MPSന്റെ വാല്യൂ ആഡ് ചെയ്താൽ നമുക്ക് എപ്പോഴും എത്ര കിട്ടും? 1 കിട്ടും. അങ്ങനെയാണെങ്കിൽ 1 മൈനസ് MPC ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? MPS ആയിരിക്കും. അതുപോലെ 1 മൈനസ് MPS ഈസ് ഈക്വൽ ടു MPC ആയിരിക്കും. അപ്പോൾ ഇത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. നമ്മൾ പറഞ്ഞു ദ വാല്യൂസ് ഓഫ് MPC ആൻഡ് MPS ആൾവേസ് ലൈസ് ബിറ്റ്വീൻ 0 and 1. അപ്പോൾ അതുകൊണ്ട് MPC പ്ലസ് MPS എപ്പോഴും 1 ആയിരിക്കും. 1 മൈനസ് MPC എടുത്താൽ അത് അപ്പോൾ നമുക്ക് MPS കിട്ടും. 1 മൈനസ് MPS എടുത്താൽ MPC കിട്ടും. ഇത് കൃത്യമായിട്ട് പഠിച്ചു വച്ചിരിക്കുക. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. നമ്മളിത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻസ് കയറി ചോദിച്ചേക്കാം. നോക്ക്, ഇൻ ആൻ ഇക്കോണമി വെൻ ഇൻകം ഇൻക്രീസസ് ഫ്രം ₹500 to ₹1000. ഒരു ഇക്കോണമിയിൽ ഇൻകം ഇൻക്രീസ് ചെയ്തു, നിലവിലുള്ള ഇൻകം ആണ്, അത് ഇൻക്രീസ് ചെയ്തു. എത്രയാണ്? 500 ആയിരുന്നത് 1000 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. കൺസംഷൻ ആൾസോ ഇൻക്രീസസ്. ഇൻകം വർദ്ധിക്കുമ്പോൾ നമ്മൾ പഠിച്ചു കൺസംഷൻ വർദ്ധിക്കും. എത്രയാണ്? ₹350 to ₹750. 350യിൽ നിന്നും 750 ആയിട്ട് എന്ത് വർദ്ധിച്ചു? കൺസംഷനും. അപ്പോൾ ഇൻകം വർദ്ധിച്ചപ്പോൾ കൺസംഷനും വർദ്ധിച്ചു. ദെൻ ഫൈൻഡ് ഔട്ട് MPC ആൻഡ് MPS. അങ്ങനെയാണെങ്കിൽ MPCയും MPSും, അതായത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമും മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവും കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ MPCയുടെ ഇക്വേഷൻ നമുക്കറിയാം. MPC ഈസ് ഈക്വൽ ടു ഡെൽറ്റ C ബൈ ഡെൽറ്റ വൈ. ഡെൽറ്റ C ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ. ഇതാണ് MPCയുടെ ഇക്വേഷൻ. ക്ലിയർ ആണേ? നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഡെൽറ്റ C എത്രയും നോക്കുക. ഡെൽറ്റ C എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ കൺസംഷൻ. കൺസംഷനിലുള്ള ചേഞ്ച് എടുത്താൽ മതി. അപ്പോൾ 350 750 ആയി. അപ്പോൾ എത്രയാണ് ചേഞ്ച്? 400. അവിടെ സൈൻ ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഡിഫറൻസ് അങ്ങ് എടുത്താൽ മതി. 400 ആണ് ചേഞ്ച്. ഇനി ഡെൽറ്റ വൈ എന്താണ്? ചേഞ്ച് ഇൻ ഇൻകം 500,000 ആയി. അപ്പോൾ എത്രയാണ് ചേഞ്ച്? 500. അപ്പോൾ 400 ഡിവൈഡഡ് ബൈ 500 എത്ര കിട്ടും നമുക്ക്? 0.8. അപ്പോൾ MPC എത്രയാണ്? 0. അപ്പോൾ 1ൽ താഴെയല്ലേ? 0.8 വന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ MPC 0.8. ഇപ്പോൾ MPC കിട്ടി. MPS കാണാൻ എന്ത് ചെയ്താൽ മതി? MPS നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. MPS ഈസ് ഈക്വൽ ടു 1 മൈനസ് MPC. 1 മൈനസ് MPC. 1ൽ നിന്ന് MPC കുറച്ച് കൊടുത്താൽ പോരെ? അപ്പോൾ 1 മൈനസ് 0.8 ഈസ് ഈക്വൽ ടു 0.2. ഇതാണ് എന്ത്? MPS. അല്ലെങ്കിൽ കുറച്ചുകൂടി പാടാണ്. ഇതിൽ നിന്ന് എന്താ കൺസംഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ 500 രൂപയായിരുന്ന സമയത്ത് കൺസംഷൻ 350 ആയിരുന്നു അല്ലേ? അപ്പോൾ ഇൻകം 500 ആയിരുന്നപ്പോൾ കൺസംഷൻ 300. അപ്പോൾ അവിടുത്തെ സേവിങ്സ് 150 ആണ്. അതുപോലെ ഇൻകം 1000 ആയിട്ട് വർദ്ധിച്ചപ്പോൾ കൺസംഷൻ 750. അപ്പോൾ അവിടുത്തെ സേവിങ്സ് എത്ര? 250 ആണ്. അപ്പോൾ ആ 150 ആദ്യം കിട്ടിയ 150 250 വ്യത്യാസം 100 ആണ് അല്ലേ? അപ്പോൾ 100/500 ഇട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ചേഞ്ച് ഇൻ സേവിങ്സ്, ഇവിടുത്തെ സേവിങ്സ് രണ്ടിടത്തെയും സേവിങ്സ് കണ്ടെത്തി ചേഞ്ച് ഇൻ ഇൻകം കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ചെയ്യാം. അപ്പോഴും നമുക്ക് കിട്ടും MPS കിട്ടും. അതിനേക്കാൾ എളുപ്പം MPC കിട്ടിയാൽ എളുപ്പം എന്താണ്? MPS കാണാൻ 1 മൈനസ് MPC അങ്ങ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് 0.2 ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? ഇതാണ് MPC കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ രീതി എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കി വെച്ചിരിക്കുക. ചിലപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കയറി ചോദിച്ചേക്കാം. അടുത്തത് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, APC എന്ന് പറയും.
APC measures proportion of total income of an economy spends on consumption. അപ്പോൾ വ്യത്യാസം മനസ്സിലാക്കണേ നിങ്ങൾ. അതായത് MPC എന്ന് വെച്ചാൽ എന്താണ്? പ്രപ്പോർഷൻ ഓഫ് ഇൻക്രീസ് ഇൻ ഇൻകം ആയിരുന്നു. MPC എന്താണ്? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. നേരത്തെ നമ്മൾ പഠിച്ചത് എന്താണ്? പ്രപ്പോർഷൻ ഓഫ് ഇൻകം അല്ലെങ്കിൽ പ്രപ്പോർഷൻ ഓഫ് അഡീഷണൽ ഇൻകം സ്പെൻസ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്, അല്ലെങ്കിൽ പ്രപ്പോർഷൻ ഓഫ് ഇൻക്രീസ് ഇൻ ഇൻകം, വർദ്ധിച്ച ഇൻകമാണ്. ഇവിടെ നോക്ക്, APC എന്താണ്? APC മെഷേഴ്സ് പ്രപ്പോർഷൻ തന്നെയാണ് ഇവിടെ വരുന്നത്, പക്ഷേ ഇൻക്രീസ് ഇൻ ഇൻകം അല്ല, ടോട്ടൽ ഇൻകം, മൊത്ത വരുമാനത്തിന്റെ പ്രപ്പോർഷൻ. നിങ്ങളുടെ ആകെ വരുമാനം ഉണ്ടല്ലോ, ആകെ വരുമാനത്തിന്റെ പ്രപ്പോർഷൻ എന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു? ഓൺ കൺസംഷൻ. അപ്പോൾ നിങ്ങളുടെ ആകെ വരുമാനത്തിൽ നിങ്ങൾ എത്ര രൂപ കൺസംഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു, ഇതാണ് APC. പക്ഷേ MPC എന്താണ്? നിങ്ങളുടെ വർദ്ധിക്കുന്ന വരുമാനം. നിലവിലൊരു വരുമാനമുണ്ട്, അതിൽ 100 രൂപ കൂടി വർദ്ധിച്ചു, ആ 100 രൂപയിൽ എത്ര രൂപ കൺസ്യൂം ചെയ്തു, അതാണ് MPC. ആ വ്യത്യാസം മനസ്സിലാക്കുക. അപ്പോൾ APC എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻകത്തിന്റെ എത്ര പോർഷൻ നിങ്ങൾ കൺസംഷന് വേണ്ടി ചെയ്യും, അതാണ് APC, ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. അപ്പോൾ APC എന്താണ്? APC മെഷേഴ്സ് ദ പ്രൊപ്പോർഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് ആൻ ഇക്കോണമി സ്പെൻസ് ഓൺ കൺസംഷൻ. നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തിന്റെ എത്ര പോർഷൻ നിങ്ങൾ കൺസംഷന് വേണ്ടി ചിലവഴിച്ചു, ഇതാണ് APC. APC ഇക്വേഷൻ നോക്ക്, C/Y. C ടോട്ടൽ കൺസംഷൻ, Y അപ്പോൾ എന്തായിരിക്കും? ടോട്ടൽ ഇൻകം. അപ്പോൾ APC C/Y ആണ്. C ടോട്ടൽ കൺസംഷൻ, Y ടോട്ടൽ ഇൻകം. MPC ആണെങ്കിൽ എന്ത് വരും ഇക്വേഷൻ? ΔC/ΔY അല്ലേ? ΔC/ΔY. അടുത്ത് നോക്ക്, ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ്. ഇതുപോലെ തന്നെയാണ്. APS മെഷേഴ്സ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഇൻകം അല്ലേ, അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ ഓഫ് ടോട്ടൽ ഇൻകം, അങ്ങനെയും പറയാം. പ്രൊപ്പോർഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് ആൻ ഇക്കോണമി സേവ്ഡ്, അതായത് നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തിന്റെ പ്രൊപ്പോർഷനാണ് നിങ്ങൾ സേവ് ചെയ്യുന്നത്. നിങ്ങളുടെ മൊത്തം വരുമാനത്തിൽ നിന്നും എത്ര പങ്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സേവ് ചെയ്യുന്നുണ്ട്, അതാണ് APS എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. MPS ആയിരുന്നെങ്കിലോ, മാർജിനൽ പ്രൊപ്പൻസിറ്റി സേവ് ആണെങ്കിൽ പ്രൊപ്പോർഷൻ ഓഫ് ഇൻക്രീസ് ഇൻ ഇൻകം എന്ന് വന്നത്, നിങ്ങളുടെ വർദ്ധിച്ച വരുമാനത്തിൽ എത്ര ശതമാനം നിങ്ങൾ എന്ത് ചെയ്തു? സേവ് ചെയ്തു, അതാണ് MPS എന്ന് പറയുന്നത്. പക്ഷേ APS ആണെങ്കിൽ ഇറ്റ് മെഷേഴ്സ് ദ പ്രൊപ്പോർഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് ആൻ ഇക്കോണമി സേവ്ഡ്, നിങ്ങളുടെ മൊത്ത വരുമാനത്തിൽ നിങ്ങൾ എത്ര രൂപ സേവ് ചെയ്തു, അതാണ് APS എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻ മനസ്സിലായി കാണുമല്ലോ. APS ഈസ് ഈക്വൽ ടു S/Y, ടോട്ടൽ സേവിങ്സ് ബൈ ടോട്ടൽ ഇൻകം. ടോട്ടൽ സേവിങ്സ് Y ടോട്ടൽ ഇൻകം. ക്ലിയർ ആണല്ലോ? വ്യത്യാസം മനസ്സിലായതിൻ്റെ ഇക്വേഷൻസ് എല്ലാം മനസ്സിലാക്കി വച്ചിട്ട്, ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് MPCയും MPSുമാണ്, അതിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഇത് ഈ MPC MPSും ഇതൊക്കെ അറിയാമെങ്കിൽ മാത്രമേ, ഓട്ടോണമസ് കൺസംഷനും അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എന്തിലോട്ട് പോകാൻ പറ്റൂ? കൺസംഷൻ പസിലിലേക്ക് പോകാൻ പറ്റൂ. അപ്പോൾ എന്താണ് ഈ കൺസംഷൻ പസിൽ? കൺസംഷൻ പസിൽ റെഫേഴ്സ് ടു the contradiction between Keynesian consumption function and Kuznets consumption function. അപ്പോൾ നോക്ക്, കൺസംഷൻ പസിൽ refers to the contradiction അല്ലേ? കോൺട്രാഡിക്ഷൻ എന്താണ്? കോൺട്രാഡിക്ഷൻ എന്ന് പറഞ്ഞാൽ തമ്മിലുള്ള വൈരുദ്ധ്യം അല്ലേ? കോൺട്രാഡിക്ഷൻ വൈരുദ്ധ്യമാണ്. ആരൊക്കെ തമ്മിൽ? ബിറ്റ്വീൻ കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ. ആരൊക്കെ തമ്മിലുള്ള വൈരുദ്ധ്യമാണ്? കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷനും അതുപോലെ എന്താണ്? കുസ്നെറ്റ്സ് കൺസംഷൻ ഫംഗ്ഷൻ. അപ്പോൾ കെയ്ൻസിന്റെ കൺസംഷൻ ഫംഗ്ഷൻ നമ്മൾ തൊട്ടും പറഞ്ഞു, C=C⁻+BY എന്ന് പഠിച്ചു നമ്മൾ അല്ലേ? അതാണ് കെയ്ൻസിന്റെ കൺസംഷൻ ഫംഗ്ഷൻ. അതേ സമയത്ത് അതുപോലെ കൺസംഷൻ ഫംഗ്ഷൻ മേക്ക് ചെയ്ത മറ്റൊരു ഇക്കോണമിസ്റ്റ് ആണ് ആര്? കുസ്നെറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഇക്കോണമിസ്റ്റ് ഉണ്ട്, കുസ്നെറ്റ്സ്. അപ്പോൾ ആ ഇക്കോണമിസ്റ്റിന്റെ കൺസംഷൻ ഫംഗ്ഷനും കെയ്ൻസിന്റെ കൺസംഷനും ഫംഗ്ഷനും തമ്മിലുള്ള വൈരുദ്ധ്യം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം രണ്ടുപേരുടെയും കൺസംഷൻ ഫംഗ്ഷനിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ആ വൈരുദ്ധ്യത്തെ പറയുന്ന പേരാണ് കൺസംഷൻ പസിൽ. എന്ത് പറയൂടെ? കൺസംഷൻ പസിൽ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആരുടെയൊക്കെ കൺസംഷൻ ഫംഗ്ഷൻസ് തമ്മിലുള്ള കോൺട്രാഡിക്ഷൻ ആണ്? കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷനും കുസ്നെറ്റ്സ് കൺസംഷനും ഫംഗ്ഷനും തമ്മിലുള്ള വൈരുദ്ധ്യത്തെയാണ്, വ്യത്യാസത്തെയാണ് കൺസംഷൻ പസിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കോൺട്രാഡിക്ഷൻ വരാൻ കാരണം കുസ്നെറ്റ്സിന്റെ കൺസംഷൻ ഫംഗ്ഷൻ വന്നതിന് ശേഷമാണ്. നേരത്തെ കെയ്ൻസിന്റെയാണ് വന്നത്. അപ്പോൾ അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ആര് വരുന്നത്? കുസ്നെറ്റ്സ് വരുന്നത്. അപ്പോൾ കൺസംഷൻ കൺസംഷൻ പസിൽ വരാനുള്ള കാരണം ആരാണ്? കുസ്നെറ്റ്സ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഓപ്പോസിറ്റ് ആർഗ്യുമെന്റ് വന്നപ്പോഴാണ് എന്തുണ്ടായത്? ഒരു കോൺട്രാഡിക്ഷൻ ഉണ്ടായത്. അതുകൊണ്ടാണ് ആ കോൺട്രാഡിക്ഷനെ കൺസംഷൻ പസിൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന് കാരണക്കാരൻ ആര് തന്നെയാണ്? കുസ്നെറ്റ്സ് തന്നെയാണ്. ഓക്കെ, ഇതൊക്കെ
അക്കോർഡിംഗ് ടു ജെ.എം. കെയ്ൻസ്, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, മനസ്സിലാക്കുക. അക്കോർഡിംഗ് ടു ജെ.എം. കെയ്ൻസ്, as income increases, people tend to save a larger portion of their income, leading to fall in the APC. അപ്പോൾ കെയ്ൻസിന്റെ അഭിപ്രായത്തിൽ, അക്കോർഡിംഗ് ടു കെയ്ൻസ്, ആസ് ഇൻകം ഇൻക്രീസസ്, വരുമാനം വർദ്ധിക്കുമ്പോൾ, പീപ്പിൾ ടെൻഡ് ടു സേവ് എ ലാർജർ പോർഷൻ ഓഫ് ദെയർ ഇൻകം, അവരുടെ ഇൻകത്തിന്റെ വലിയൊരു പോർഷൻ അവരെന്ത് ചെയ്യും, സേവ് ചെയ്യും. ലീഡിങ് ടു ഫാൾ ഇൻ ദ APC, അതെന്തിലേക്ക് നയിക്കും, APC കുറയുന്നതിന് കാരണമാകും. അപ്പോൾ നോക്ക്, നമ്മൾ ആൾറെഡി പഠിച്ചതാണ്, കെയ്ൻസിന്റെ അഭിപ്രായത്തിൽ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ കൺസംഷനും ഇൻക്രീസ് ചെയ്യും, അല്ലേ? അതായത് MPCയും വർദ്ധിക്കും. പക്ഷേ നോട്ട് ആസ് മച്ച് ആസ് ഇൻക്രീസ് ഇൻ ഇൻകം. പക്ഷേ എന്തിനനുസരിച്ച്, ഇൻകം വർദ്ധിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യില്ല, അതേ റേറ്റിൽ കൺസംഷൻ വർദ്ധിക്കില്ല. ഇൻകം വർദ്ധിക്കുമ്പോൾ കുറച്ച് കൺസംഷൻ വർദ്ധിക്കും, ബാക്കി ആളുകൾ എന്ത് ചെയ്യും, സേവ് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻകം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇൻകം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൺസംഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു ലെവല് എത്തുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മൾ നിറവേറിക്കഴിഞ്ഞു, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ നിറവേറി, നമ്മളെന്താണ് വലിയ റിച്ചസ്റ്റായി മാറിക്കഴിഞ്ഞു, ഭയങ്കര പണക്കാരായി കഴിഞ്ഞു. അപ്പോൾ എന്താണ്, ഇപ്പോൾ അംബാനിമാരെ പോലെ അല്ലെങ്കിൽ യൂസഫ് അലിയെ പോലെ, അപ്പോൾ അവരെ സംബന്ധിച്ച് എന്താണ്, അവരുടെ ആവശ്യങ്ങളെല്ലാം ഒരു വിധപ്പെട്ട 95% ആവശ്യങ്ങൾ അവർ നിറവേറപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച്, അവരിപ്പോൾ യൂസഫ് അലി അദ്ദേഹത്തെ സംബന്ധിച്ച് വീണ്ടും ഇൻകം കൂടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അവർ മാളുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു, പല ജില്ലകളിലും ലുലു മാളുകൾ വന്നുകൊണ്ടിരിക്കുന്നു, പല സംസ്ഥാനങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നു, പല ബിസിനസ്സുകൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ബിസിനസ്സുകാരുടെയൊക്കെ ഇൻകം ഇങ്ങനെ കൂടി, അതുപോലെ ഫിലിം സ്റ്റാർസ്, ഇവരുടെയൊക്കെ ഇൻകം എന്താണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരിക്കലും കെയ്ൻസ് പറയുന്നത് അവരുടെ കൺസംഷൻ വീണ്ടും കൂടുമെന്ന് പറയാൻ പറ്റില്ല. ഒരു ലെവൽ വരെ കൂടും, ശരിയാണ്, ആദ്യമേ കെയ്ൻസ് പറഞ്ഞിട്ടുണ്ട്, ലെവൽ വരെ കൂടും. പക്ഷേ പിന്നീട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും കൺസ്യൂം ചെയ്യേണ്ട കാര്യം നമുക്ക് ഇല്ല. ഇൻകം കൂടുമ്പോൾ കൺസംഷൻ കൂട്ടേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ മറിച്ച് എന്ത് ചെയ്യും, അവിടെ കൺസംഷൻ കുറയുമെന്നാണ് പറയുന്നത്. APC, ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, എന്ത് ചെയ്യും, അത് കുറയാൻ കാരണം MPC കുറയും. ഇൻകം കൂടുന്നതിനനുസരിച്ച് MPC കൂടും, നമ്മൾ ആൾറെഡി പഠിച്ചു. പക്ഷേ ഒരു ലെവല് കഴിഞ്ഞാൽ ഇൻകം കൂടുമ്പോൾ MPC എന്ത് ചെയ്യും, കുറയും. MPC കുറഞ്ഞാൽ APCയും എന്ത് ചെയ്യും, കുറയും. അതുകൊണ്ടാണ് APC ഫോളോ ചെയ്യുന്നത് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ MPC കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ബാക്കി തുക എന്ത് ചെയ്യും, നമ്മൾ സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൺസംഷൻ കുറവാണെങ്കിൽ ബാക്കി എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, സേവ് ചെയ്യും. അതാണ് കെയ്ൻസ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അക്കോർഡിംഗ് ടു ജെ.എം. കെയ്ൻസ്, ആസ് ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ പീപ്പിൾ ടെൻഡ് ടു സേവ്, ആളുകൾ എന്തിനുള്ള ടെൻഡൻസി കാണിക്കും, സേവ് എ ലാർജർ പോർഷൻ ഓഫ് ദെയർ ഇൻകം, അവരുടെ വരുമാനത്തിന്റെ വലിയൊരു പങ്ക് അവരെന്ത് ചെയ്യും, സേവ് ചെയ്യും. അതെന്തിലേക്ക്, അപ്പോൾ സേവിങ്സ് കൂടിയാൽ എന്ത് സംഭവിക്കും, ലീഡിങ് ടു ഫാൾ ഇൻ ദ APC കുറയും. APC കുറയാൻ കാരണം MPC കുറയുന്നതാണ് കേട്ടോ. അത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, അത് അതിനകത്ത് ആ മീനിങ് ഉണ്ട്. അവിടെ MPC കുറയുന്നത് കൊണ്ട് APC കുറയുന്നു. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു പോയിന്റ്, APC കുറയും എന്ന് ആര് പറയുന്നു, കെയ്ൻസ് പറയുന്നു. ഒരു ഇൻകം വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരുന്നാൽ APC എന്ത് ചെയ്യുന്നു, കുറയും എന്നാണ് കെയ്ൻസ് അഭിപ്രായപ്പെടുന്നത്. അതായത് സേവിങ്സ് കൂടും, APC കുറയും, ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം കുറയും. ബട്ട് ആര്, സൈമൺ കുസ്നെറ്റ്സ് revealed that APC remained constant even as income rose significantly. എന്നാൽ സൈമൺ കുസ്നെറ്റ്സ് പറയുന്നത്, കെയ്ൻസ് പറഞ്ഞ APC കുറയും, അല്ലേ? അത് ഒരർത്ഥത്തിൽ ശരിയാണ്. എന്നാൽ സൈമൺ കുസ്നെറ്റ്സ് പറഞ്ഞത്, റിവീൽഡ് ദാറ്റ് APC remained constant even as income rose. ഇൻകം വർദ്ധിച്ചാലും, അല്ലെ, ഇൻകം റോസ് സിഗ്നിഫിക്കൻ്റ്ലി, ഇൻകം നമ്മുടെ വരുമാനം ഗണ്യമായിട്ട് വർദ്ധിച്ചാലും APC റിമെയിൻ കോൺസ്റ്റന്റ്. APC എന്താണ്, കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും എന്നാണ് അഭിപ്രായപ്പെടുന്നത്, സൈമൺ കുസ്നെറ്റ്സ് അഭിപ്രായപ്പെടുന്നത്. അപ്പൊ കെയ്ൻസ് പറഞ്ഞത് APC കുറയുമെന്ന് പറഞ്ഞു. പക്ഷേ ഇദ്ദേഹം പറയുന്നത് APC റിമെയിൻ കോൺസ്റ്റന്റ്. ഇൻകം എത്ര തന്നെ കൂടിക്കൊണ്ടിരുന്നാലും APC ചിലപ്പോൾ കൂടില്ലായിരിക്കും, പക്ഷേ APC ഒരിക്കലും കുറയില്ല. APC എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും. എന്ന് വെച്ചാൽ നമ്മൾ അതേ ആവശ്യങ്ങൾ വീണ്ടും കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കും. എന്നുവെച്ചാൽ ഇൻകം കൂടുമ്പോൾ ചിലപ്പോൾ കൺസംഷൻ വീണ്ടും കൂട്ടിയില്ല എന്ന് വരും, പക്ഷേ നേരത്തെ ആവശ്യങ്ങൾ വീണ്ടും ഉണ്ട്. അപ്പോൾ നമ്മുടെ കൺസംഷൻ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് പൊക്കോണ്ടേയിരിക്കും. ഒരു നിശ്ചിത പ്രൊപ്പോർഷനിൽ എന്താണ് നമ്മുടെ കൺസംഷൻ ഒരു ലെവലിൽ ഇങ്ങനെ ഒരേ ലെവലിൽ പൊക്കോണ്ടിരിക്കും. അല്ലാതെ ഒരിക്കലും APC എന്ത് ചെയ്യത്തില്ല, കുറയത്തില്ല. കാര്യം കൺസംഷൻ കുറയത്തില്ല. നമ്മൾ എന്താണ് കെയ്ൻസ് പറഞ്ഞതുപോലെ APC കുറയത്തില്ല, മറിച്ച് എന്ത് ചെയ്യും, നമ്മൾ ഒരേ ലെവലിൽ കൺസ്യൂം ചെയ്തുകൊണ്ട് പോകുമെന്ന് ആര് പറയുന്നു, സൈമൺ കുസ്നെറ്റ്സ് പറയുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞെന്താണ്, APC റിമെയിൻസ് കോൺസ്റ്റന്റ് എന്നാണ് സൈമൺ കുസ്നെറ്റ്സ് പറയുന്നത്. കെയ്ൻസ് പറഞ്ഞത് APC ടെൻഡ്സ് ടു ഫാൾ വിത്ത് ദ ഇൻക്രീസ് ഇൻ ഇൻകം എന്ന് പറയും. ഇനി
ഇനി ഇദ്ദേഹം വെറുതെ പറഞ്ഞതല്ല, സൈമൺ കുസ്നെറ്റ്സ് വെറുതെ തള്ളിമറിച്ചതല്ല, പിന്നെയോ എങ്ങനെയാണ്? ഹിസ് കൺക്ലൂഷൻ ഈസ് ബേസ്ഡ് ഓൺ, ഇദ്ദേഹത്തിന്റെ കൺക്ലൂഷൻ എന്തിന്റെ ബേസിലാണ്? ബേസ്ഡ് ഓൺ എംപെരിക്കൽ ഡേറ്റ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എംപെരിക്കൽ ഡേറ്റ. അദ്ദേഹം എന്താണ്? ചില എംപെരിക്കൽ സ്റ്റഡീസ് നടത്തി. ദാറ്റ് മീൻസ് അദ്ദേഹം എന്താണ്? റിസർച്ച് നടത്തിയതിനു ശേഷമാണ്, ഗവേഷണം നടത്തിയതിനു ശേഷമാണ് എംപെരിക്കൽ ഡേറ്റ ഫ്രം ലോങ് ടേം സ്റ്റഡീസ്, അല്ലെ? അദ്ദേഹം ചില ലോങ് ടേം സ്റ്റഡീസ്, ദീർഘകാലയളവിൽ സ്റ്റഡീസ് നടത്തി. എവിടെയാണ്? ഓഫ് US ഡേറ്റ ഫ്രം 1869 to 1938. അതായത് 1869 മുതൽ 1930, അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. 1869 മുതൽ 1938 വരെയുള്ള കാലഘട്ടത്തിൽ US കൺസംഷൻ ഡേറ്റയിൽ അദ്ദേഹം എംപെരിക്കൽ സ്റ്റഡി നടത്തി, റിസർച്ച് നടത്തി. ആ റിസർച്ചിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എന്ത് മനസ്സിലാക്കിയത്? APC remains, when income increases, APC remains constant എന്ന് ആര് മനസ്സിലാക്കിയത്? സൈമൺ കുസ്നെറ്റ്സ് മനസ്സിലാക്കി. അപ്പൊ ഏത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ്? 1869 മുതൽ 1938 വരെയുള്ള വലിയൊരു കാലയളവിൽ അദ്ദേഹം US അല്ലെ അമേരിക്കയിൽ അദ്ദേഹം പഠനം നടത്തി. അവിടുത്തെ കൺസംഷനും ഇൻകവും തമ്മിലുള്ള ബന്ധം പഠിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കി APC എന്താണ്? റിമെയിൻസ് കോൺസ്റ്റന്റ്. APC എന്ത് കുറയുന്നില്ല, അല്ലെ? കെയ്ൻസ് പറഞ്ഞതുപോലെ ഇൻകം കൂടിയപ്പോൾ, അമേരിക്കക്കാരുടെ ഇൻകം കൂടിയപ്പോൾ, അമേരിക്കയുടെയൊക്കെ ഇൻകം എന്താണ്? വലിയ തോതിൽ കൂടി. അപ്പോൾ അമേരിക്കക്കാരുടെ ഇൻകം കൂടിയപ്പോൾ കൺസംഷൻ കുറഞ്ഞില്ല. പക്ഷെ എന്താണ്? അവർ ഒരു കോൺസ്റ്റന്റ് ലെവലിൽ, വലുതായിട്ട് കൂടിയതുമില്ല, കൺസംഷൻ കൂടിയതുമില്ല, പക്ഷെ ഒരു കോൺസ്റ്റന്റ് ലെവലിൽ കൺസംഷൻ പോയി. പക്ഷെ എന്ത്? കെയ്ൻസ് പറഞ്ഞതുപോലെ കുറഞ്ഞില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇനി നോക്ക്, കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷന്റെ ഗ്രാഫാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കെയ്ൻസിന്റെ കൺസംഷൻ ഫംഗ്ഷൻ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം: C is equal to A plus B YD. നമ്മൾ കൺഫ്യൂഷൻ വേണ്ട, C bar plus BY നമ്മൾ പറഞ്ഞു. അതിന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, C ബാറിന് പകരം A എന്ന ലെറ്ററും കൊടുക്കാറുണ്ട്, അതുകൊണ്ടാണ് A കൊടുത്തേക്കുന്നത്. C ബാർ കൊടുത്താലും ശരിയാണ് കേട്ടോ. അപ്പോൾ A plus BYD, വൈക്ക് പകരം YD, ഡിസ്പോസിബിൾ ഇൻകം ആയതുകൊണ്ട് YD എന്ന് കൊടുക്കുന്നു. Y എന്ന് കൊടുത്താലും ശരിയാണ്, കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ ഇക്വേഷൻ തന്നെ കൂടെ കൊടുത്താലും വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതുകൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഏതാണ് തരുന്നതെന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ C is equal to A plus BYD. അപ്പോൾ A എന്താണ്? നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. A എന്താണ്? ഓട്ടോണമസ് കൺസംഷൻ. ഓർമ്മയുണ്ടല്ലോ, ഇൻകം 0 ആയിരിക്കുമ്പോൾ കൺസംഷൻ ആണ് ഓട്ടോണമസ് കൺസംഷൻ. B എന്താണ്? MPC. YD ഡിസ്പോസിബിൾ ഇൻകം. C ടോട്ടൽ കൺസംഷൻ. ഓക്കെ, C ടോട്ടൽ കൺസംഷൻ. A ഓട്ടോണമസ് കൺസംഷൻ. എന്താണ്? ഓട്ടോണമസ്, സ്മോൾ ലെറ്റർ A ആണ്. A എന്താണ്? ഓട്ടോണമസ് കൺസംഷൻ. A എന്ന് പറയുന്നത് ഓട്ടോണമസ് കൺസംഷൻ ആണ്. ഇനി B എന്താണ്? B സ്മോൾ b ആണ്. B MPC ആണ്. B എന്ന് വെച്ചാൽ MPC ആണ്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. B എന്താണ്ട്? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. YD എന്താണ്? ഡിസ്പോസിബിൾ ഇൻകം, ടാക്സ് പേയ്മെന്റിന് ശേഷമുള്ള. കാരണം കൺസ്യൂം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സേവ് ചെയ്യണമെങ്കിൽ ടാക്സ് പേയ്മെന്റ് കഴിഞ്ഞിട്ടല്ലേ പറ്റുമോ? ടാക്സ് പേയ്മെന്റ് കഴിഞ്ഞിട്ടതിന് ശേഷം, കാര്യം ഇവിടെ ഗവൺമെന്റ് സെക്ടർ ഉണ്ട്, അതുകൊണ്ട് ടാക്സ് പേയ്മെന്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ഇൻകമാണ് ഡിസ്പോസിബിൾ ഇൻകം. അത് മാത്രമേ നമുക്ക് കൺസ്യൂം ചെയ്യാൻ കഴിയുകയുള്ളൂ. ഓക്കെ, ഇൻ ദ കെയ്നീഷ്യൻ അനാലിസിസ് MPC is always less than APC. കെയ്നീഷ്യൻ അനാലിസിസ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ഇത് പഠിച്ചോണം. ഇൻ ദ കെയ്നീഷ്യൻ അനാലിസിസിൽ MPC എന്ന് പറയുന്നത് എപ്പോഴും എന്തിനെ താഴെയായിരിക്കും? എന്തിനേക്കാൾ കുറവായിരിക്കും? MPC എന്ന് പറയുന്നത് MPC is less than APC. MPC എപ്പോഴും എന്തിന് താഴെയായിരിക്കും? APCക്ക് താഴെയായിരിക്കും. MPC is less than APC. അപ്പോൾ കെയ്നീഷ്യൻ അനാലിസിസിൽ MPC APCക്ക് താഴെയാണ്. ഇതെല്ലാം എഴുതിയേക്കുന്നത് MPC is less than APC. അപ്പോൾ MPC കുറയുമ്പോൾ APCയും കുറയും. പക്ഷേ അതിൻ്റെ APC-MPC റിലേഷൻഷിപ്പ് നോക്കിയാൽ MPC is less than APC. കെയ്നീഷ്യൻ അനാലിസിസിൽ MPC is less than APC. നോക്ക്, കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ ഈസ് എ ഷോർട്ട് ടേം കൺസംഷൻ ഫംഗ്ഷൻ. നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. അപ്പോൾ കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷനിൽ MPC is less than APC എന്ന് പറഞ്ഞു. അതുപോലെ കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ ഈസ് എ ഷോർട്ട് ടേം കൺസംഷൻ ഫംഗ്ഷൻ. കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ എന്താണ്? ഒരു ഷോർട്ട് ഹ്രസ്വകാല കൺസംഷൻ ഫംഗ്ഷൻ, കുറച്ച് കാലഘട്ടത്തിലുള്ള പഠനത്തിലൂടെയാണ്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് പീരീഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കൺസംഷൻ ഫംഗ്ഷൻ ആണ് ആര് റിവീൽ ചെയ്തിരിക്കുന്നത്? ആര് സ്റ്റഡി നടത്തിയിരിക്കുന്ന? കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷനുള്ള, അല്ലെങ്കിൽ കെയ്ൻസ് സ്റ്റഡി നടത്തിയിരിക്കുന്ന ഒരു ഷോർട്ട് ടേം കൺസംഷൻ ഫംഗ്ഷൻ ആണ്. ഇനി ഇവിടെ അദ്ദേഹം പറയുന്ന ഓട്ടോണമസ് കൺസംഷൻ ഫംഗ്ഷൻ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഇൻകം. പിന്നെ ഒരു കാര്യം കൂടി അദ്ദേഹം അസ്യൂം ചെയ്ത്, ഇതൊക്കെ അവരുടെ അസംഷൻസ് ആണ്. ചിലപ്പോൾ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ലോജിക്കിന് നിരക്കാത്തതുണ്ട്. അപ്പോൾ ഇത് ഇവർ തിയറി ആണെന്ന് മനസ്സിലാക്കുക. ഇത് ആ തിയറി അവർ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് അതുപോലെ മനസ്സിലാക്കി അതുപോലെ പഠിച്ചു വയ്ക്കാനേ പറ്റൂ. അല്ല നമ്മുടേതായിട്ടുള്ള വളച്ചും തിരിച്ചും നമുക്ക് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക.
അപ്പോൾ ഓട്ടോണമസ് കൺസംഷൻ ഫംഗ്ഷൻ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഇൻകം. ഇവിടെ ഓട്ടോണമസ് കൺസംഷൻ അല്ലേ, എ എന്ന് പറയുന്ന ആ ഇക്വേഷനിൽ എ ഉണ്ടല്ലോ, സ്മോൾ ലെറ്റർ എ ഇല്ലേ, ഓട്ടോണമസ് കൺസംഷൻ എ. അത് എന്ത് ചെയ്യുന്നില്ല, എ അല്ലെങ്കിൽ സി ബാർ, നമ്മൾ നേരത്തെ പറഞ്ഞു. ഓട്ടോണമസ് കൺസംഷൻ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഇൻകം. ഓട്ടോണമസ് കൺസംഷൻ അതായത് ഇൻകം 0 ആയിരിക്കുമ്പോഴുള്ള കൺസംഷൻ ഒരിക്കലും ഇൻകം കൂടിയാലും കുറഞ്ഞാലും അതിൽ മാറ്റമില്ല, അത് കോൺസ്റ്റന്റ് ആയിരിക്കുമെന്ന് ആര് അസ്യൂം ചെയ്യുന്നു? കെയ്ൻസ് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അത് കോൺസ്റ്റന്റ്, അതുകൊണ്ടാണ് സി ബാർ എന്ന് കൊടുത്തത് അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞത്. ഓക്കെ, അത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇനി ഇതാ അവിടുത്തെ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ചേ. ഇതാണ് കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ റിവീൽ ചെയ്യുന്ന ഗ്രാഫ് എന്ന് പറയുന്നത്. കെയ്ൻസിന്റെ കൺസംഷൻ ഫംഗ്ഷൻ ഇവിടെയാണ്. ഒരു 45 ഡിഗ്രി ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഇൻകം ലൈൻ എന്ന് പറയുന്നത്. ഒരു 45 ഡിഗ്രി സ്റ്റാർട്ട്സ് ഫ്രം 0 അല്ലെങ്കിൽ സ്റ്റാർട്ട്സ് ഫ്രം ദ ഒറിജിൻ. 0യിൽ നിന്ന് ആരംഭിച്ച് മുകളിലേക്ക് ഉയർന്നു പോകുന്ന ഒരു ലൈനാണ് ഇൻകം ലൈൻ Y. ഓക്കെ, അതായത് ഇൻകം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ഇൻകം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമാണ്. ഇനി കൺസംഷൻ ലൈനാണ് ഈ കൊടുത്തിരിക്കുന്നത്, കൺസംഷൻ കർവാണ് ഈ കൊടുത്തിരിക്കുന്നത്. അവിടെ നോക്ക്, കൺസംഷൻ ഫംഗ്ഷന്റെ ഇക്വേഷൻ, കൺസംഷൻ കർവിന്റെ ഇക്വേഷൻ കണ്ടോ? C is equal to A plus BYD അല്ലേ, C is equal to A plus BYD. കാര്യം കൺസംഷന്റെ ഇക്വേഷൻ ആണ്, അത് കർവിന്റെ പേര്. C is equal to A plus BYD, അതിലും സംശയമില്ലല്ലോ. പക്ഷേ ഇൻകം ലൈനിൽ നിന്നല്ല, 0യിൽ നിന്നല്ല എന്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? കൺസംഷൻ ലൈൻ സ്റ്റാർട്ട് ചെയ്ത്, അല്ലെങ്കിൽ കൺസംഷൻ കർവ് ആരംഭിച്ചിരിക്കുന്നത് എവിടെ നിന്നല്ല? ഒറിജിനിൽ നിന്ന് അല്ല, പിന്നെയോ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ Y ആക്സിസ്. എന്ന് വെച്ചാൽ അതെന്താണ്? അതിനൊരു വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഉണ്ട് അല്ലേ, അത് വെർട്ടിക്കൽ ആക്സിസിൽ നിന്ന് Y ആക്സിസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് സ്റ്റാർട്ട്സ് ഫ്രം A. കാരണം വെൻ ഇൻകം ഈസ് 0, ഇൻകം 0 ആയിരിക്കുമ്പോൾ അവിടെ ഒരു കൺസംഷൻ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇൻകം 0 ആയിരിക്കുമ്പോഴുള്ള കൺസംഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓട്ടോണമസ് കൺസംഷൻ. അപ്പോൾ ഇൻകം 0 ആയിരിക്കുമ്പോൾ കൺസംഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻകം 0 ആയിരിക്കുമ്പോൾ കൺസംഷനും 0 ആയിരുന്നെങ്കിൽ കൺസംഷൻ കർവും എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു? 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്? ഇൻകം 0 ആയിരിക്കുമ്പോൾ നമുക്കൊരു കൺസംഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞൊരു ബേസ് കൺസംഷൻ ഉണ്ടല്ലോ, ഇറ്റ് ഈസ് കാൾഡ് ഓട്ടോണമസ് കൺസംഷൻ. അതുകൊണ്ട് അതിനൊരു വാല്യൂ ഉണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് ആരംഭിക്കുന്നു? Y ആക്സിൽ നിന്ന്. അതിനൊരു വാല്യൂ ഉള്ളത് കൊണ്ട് Y ആക്സിൽ നിന്ന് ആരംഭിക്കുന്നു. ഈ ഇന്റർസെപ്റ്റിന് നമ്മൾ A എന്ന് പറയും, ഓട്ടോണമസ് കൺസംഷൻ. അതാണ് ഓട്ടോണമസ് കൺസംഷന്റെ വാല്യൂ. അവിടെ നിന്ന് ആരംഭിച്ച് മുകളിലേക്ക് പോകും. അവിടെ നോക്ക്, തുടക്കത്തിൽ ഇൻകം ഇൻക്രീസ് ചെയ്യുകയാണ്. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ആദ്യം എന്താണ്? കൺസംഷൻ കർവ് മുകളിൽ, ഇൻകം കർവ് താഴെയും അല്ലെങ്കിൽ ഇൻകം ലൈൻ താഴെയും കൺസംഷൻ ലൈൻ മുകളിലുമാണ്. അപ്പോൾ ഇൻകത്തേക്കാൾ കൂടുതലാണ് കൺസംഷൻ. കാരണം ഇൻകം കുറവ്, നമുക്ക് അത്യാവശ്യം നമുക്ക് വരുമാനം തീരെ കുറവാണെങ്കിൽ നമ്മൾ കടം മേടിച്ചായാലും പാസ്റ്റ് സേവിങ്സ് ഉപയോഗിച്ചാൽ നമ്മൾ കൺസ്യൂം ചെയ്തേ പറ്റൂ. അപ്പോൾ ഇൻകത്തേക്കാൾ കുറവാണ്, ഇൻകത്തേക്കാൾ കൂടുതലാണ് എന്ത്? കൺസംഷൻ എന്ന് പറയുന്നത്. തുടക്കത്തിൽ കണ്ടോ, ഒരു ലെവൽ വരുമ്പോൾ ഇൻകവും കൺസംഷൻ കൂടി ഈക്വൽ ആകുന്നു അല്ലേ, ആ പോയിന്റാണ് E എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ആ ഒരു പോയിന്റിൽ കണ്ടോ, ഇൻകവും കൺസംഷൻ എന്താണ്? ഈക്വൽ ആയി മാറുന്നു. നമ്മുടെ വരുമാനത്തിന് തുല്യമായിട്ട് കൺസംഷൻ വരുന്നു. അതിനുശേഷം നോക്കിയേ, ഇൻകം ഇൻക്രീസ് ചെയ്ത് പോകുന്നു, കൺസംഷൻ ലൈൻ താഴേക്കാണ്. അപ്പോൾ ഇൻകം കൂടുതൽ, ഇൻകത്തിലുള്ള ചേഞ്ച് കൂടുതലും കൺസംഷനിലുള്ള ചേഞ്ച് കുറവും. ദാറ്റ് മീൻസ് അവിടെ MPC കുറയാൻ തുടങ്ങുന്നു. MPC എന്ത് ചെയ്യുന്നു? കാരണം നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഒരുവിധം നിറവേറപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഇൻകത്തിലുള്ള ചേഞ്ച് കൂടുതൽ, ഇൻകം മുകളിലേക്ക് പോകുന്നു. ബട്ട് അവിടെ ഗ്യാപ്പ് കണ്ടോ, ഇത്രയും ഗ്യാപ്പ്. ഈ ഗ്യാപ്പ് എന്തായിരിക്കും? സേവിങ്സ് ആയിരിക്കും. ഈ ഗ്യാപ്പ് എന്താണ്ട്? സേവിങ്സ് ആയിരിക്കും. ഇവിടെ ഇൻകം ലൈനും കൺസംഷൻ ലൈനും തമ്മിൽ കണ്ടോ, കൺസംഷൻ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടെ കൺസംഷൻ ലൈന് മുകളിലാണ് ഇൻകം ലൈൻ വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം കൺസംഷൻ കുറവ്, ഇൻകം കൂടുതൽ. കാരണം ഇൻകം കൂടിയിട്ട് അത്രയും പൈസ നമുക്ക് എന്ത് വേണ്ട? കൺസ്യൂം ചെയ്യേണ്ട കാര്യമില്ല. കൺസംഷൻ കുറയുമെന്നല്ലേ ആര് പറഞ്ഞത്? കെയ്ൻസ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഗ്യാപ്പ് വന്നത്, കൺസംഷൻ ലൈൻ താഴെ വന്നിരിക്കുന്നത്. ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? സേവിങ്സ് ആണ്. അപ്പോൾ ആ ഗ്യാപ്പ് കൂടി പോകും മുകളിലോട്ട് പോകുമ്പോൾ. അപ്പോൾ സേവിങ്സ് കൂടി പോകുന്നു, APCയും MPCയും കുറഞ്ഞു വരുന്നു. ഇതാണ് ഈ ഗ്രാഫിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതാണ് കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഈ കുസ്നെസിന്റെ വാദഗതി പറഞ്ഞു. ഇനി നമ്മൾ അതിന്റെ കമ്പാരിസണിലേക്ക് വരികയാണ്. കുസ്നെസ് കൺസംഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ പസിൽ. ഈ പസിൽ വരാൻ കാര്യം, ഈ കോൺട്രാഡിക്ഷൻ വരാൻ, പസിൽ മീൻസ് കോൺട്രാഡിക്ഷൻ ആണ്. ഈ കോൺട്രാഡിക്ഷൻ വരാൻ കാരണം കുസ്നെസിന്റെ കൺസംഷൻ ഫംഗ്ഷൻ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കുസ്നെസ് കൺസംഷൻ ഫംഗ്ഷനെ കൺസംഷൻ പസിൽ എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ കൺസംഷൻ പസിൽ എന്ന് പറയുമ്പോൾ ഈ രണ്ട് വ്യൂവും, കെയ്ൻസിന്റെ വ്യൂവും കേഴ്സൺസിന്റെ വ്യൂവും പറഞ്ഞേ പറ്റത്തുള്ളൂ. നോക്ക്, അദ്ദേഹം പറയുന്നത് ഇൻ ദ ലോങ് പീരീഡ് APC റിമെയിൻസ് കോൺസ്റ്റന്റ്.
ലോങ് പീരീഡിൽ. അപ്പോൾ കെയ്ൻസിന്റെ കൺസംഷൻ ഫംഗ്ഷൻ നമ്മൾ ആൾറെഡി പറഞ്ഞു, അത് ഷോർട്ട് പീരീഡ് കൺസംഷൻ ഫംഗ്ഷൻ ആണ്. എന്നാൽ ഇവിടെ പറയുന്നു എന്താണ്, ഇൻ ദ ലോങ് പീരീഡ് APC റിമെയിൻസ് കോൺസ്റ്റന്റ്. ലോങ് പീരീഡിൽ APC എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ? അത് ലോങ് പീരീഡ് കൺസംഷൻ ഫംഗ്ഷൻ. ഓർക്കുക, കെയ്ൻസിന്റെ ഷോർട്ട് പീരീഡ് കൺസംഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ കുസ്നെറ്റ്സിന്റെ എന്താണ്? ലോങ് പീരീഡ്. കാരണം അവർ എവിടം തൊട്ടുള്ള പഠനമാണ് നടത്തിയത്? 1869 മുതൽ 1938 വരെയുള്ള ഒരു ലോങ് പീരീഡിലാണ് US എംപിരിക്കൽ സ്റ്റഡി കുസ്നെറ്റ്സ് നടത്തിയത്. അപ്പോൾ ലോങ് പീരീഡ് കൺസംഷൻ ഫംഗ്ഷൻ ആണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോങ് റൺ കൺസംഷൻ ഫംഗ്ഷൻ ആണ് കുസ്നെറ്റ്സിന്റെ കൺസംഷൻ പസിൽ എന്ന് പറയുന്നത്. അവിടെ APC കോൺസ്റ്റന്റ് ആണ്. ഇനി നോക്ക്, ഇതിന്റെ ഗ്രാഫാണ് കൊടുത്തിട്ടുള്ള ഇവരുടെ കർവുകളുടെ ഗ്രാഫ് കമ്പയർ ചെയ്യണം. ഇൻകം ലൈൻ സ്റ്റാർട്ട്സ് ഫ്രം 0 ലൈക്ക് കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ. കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷനിലും ഇൻകം എന്താണ് അല്ലേ? സ്റ്റാർട്ട്സ് ഫ്രം ദ ഒറിജിൻ. അവിടെ എന്താണ്? ഒരു 45 ഡിഗ്രി ലൈൻ. ഇവിടെയും അത് തന്നെയാണ്. പക്ഷെ വ്യത്യാസം എവിടെയാണ്? കൺസംഷൻ ലൈനിലാണ്. കണ്ടോ, കൺസംഷൻ കർവ് ആൾസോ സ്റ്റാർട്ട്സ് ഫ്രം ദ ഒറിജിൻ. കൺസംഷൻ കർവ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? ഒറിജിനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലാക്കുക, ഇവിടെ നിന്നാണ്ട് ഒറിജിനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ കുസ്നെറ്റ്സ് കൺസംഷൻ ഫംഗ്ഷനിൽ അല്ലെങ്കിൽ കുസ്നെറ്റ്സിൻ്റെ കൺസംഷൻ പസിൽ അതിൻ്റെ കർവുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ കെയ്ൻസിന്റെ കൺസംഷൻ ഫംഗ്ഷനിൽ ഇൻകം ലൈൻ എന്ന് പറയുന്നത് 45 ഡിഗ്രി ലൈനാണ്. കുസ്നെറ്റ്സിലും വ്യത്യാസമൊന്നുമില്ല. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ ഒറിജിൻ 45 ഡിഗ്രി ലൈൻ തന്നെയാണ്. കണ്ടോ, ഇൻകം ലൈൻ. ഇതിവിടെയും കെയ്ൻസിലും ഇതായിരുന്നു. പക്ഷെ വ്യത്യാസം എവിടെയാണ്? വ്യത്യാസം വരുന്നത് കുസ്നെറ്റ്സിലെ വ്യത്യാസം വരുന്നത് കൺസംഷൻ ലൈനിലാണ്. കെയ്ൻസും കുസ്നെറ്റ്സും തമ്മിൽ കൺസംഷൻ ഫംഗ്ഷനിൽ വ്യത്യാസം ഉണ്ടാകുന്ന എവിടെയാണ്? കൺസംഷൻ ലൈനിലാണ്, അല്ലെങ്കിൽ കൺസംഷൻ കർവിലാണ്. കെയ്ൻസിന്റെ കൺസംഷൻ കർവ് നമ്മൾ പറഞ്ഞു. കെയ്ൻസിന്റെ കൺസംഷൻ കർവ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? സ്റ്റാർട്ട്സ് ഫ്രം അതിനൊരു വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഉണ്ട്. അതൊരു Y ആക്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? അവിടെ Y ആക്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. കണ്ടോ, Y ആക്സിസിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. കാരണം അവിടെ ഓട്ടോണമസ് കൺസംഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ നോക്കിയേ, ഇവിടെ കുസ്നെറ്റ്സിന്റെ കൺസംഷൻ പസിൽ കൺസംഷൻ കർവ് സ്റ്റാർട്ട്സ് ഫ്രം ദ ഒറിജിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വെൻ ഇൻകം ഈസ് 0 കൺസംഷൻ ഈസ് ആൾസോ 0. ഇൻകം 0 ആണെങ്കിൽ നിങ്ങൾക്ക് വരുമാനമില്ലെങ്കിൽ നിങ്ങളുടെ കൺസംഷനും 0 ആയിരിക്കും എന്ന കാഴ്ചപ്പാടാണ് ആർക്കുള്ളത്? കുസ്നെറ്റ്സിനുള്ളത്. എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് കാണില്ല? ഓട്ടോണമസ് കൺസംഷൻ ഇല്ല. ഇൻകം 0 ആയിരിക്കുമ്പോൾ കൺസംഷനെയാണ് ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്നത്. അതില്ല എന്നാണ് ആര് പറയുന്നത്? കുസ്നെറ്റ്സ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കൺസംഷൻ ലൈൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു? 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൻ്റെ ഇക്വേഷൻ കണ്ടോ, C=BYD ആണ്. BYD എന്തില്ല ഇവിടെ? A+BYD ആണ് കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷന്റെ ഇക്വേഷൻ എങ്കിൽ A+YD, അതായത് ഓട്ടോണമസ് കൺസംഷൻ. ഇവിടെ എന്തില്ല? ഓട്ടോണമസ് കൺസംഷൻ ഇല്ല. അതുകൊണ്ട് A+ നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ എന്താണ്? C=BYD ആണ്. MPC ഉണ്ട്, അതുപോലെ ഡിസ്പോസിബിൾ ഇൻകം ഉണ്ട്. എന്തില്ല? ഓട്ടോണമസ് കൺസംഷൻ ഇല്ലാത്തതുകൊണ്ട് കുസ്നെറ്റ്സിന്റെ കൺസംഷൻ ഫംഗ്ഷന്റെ ഇക്വേഷൻ എന്ത് വരും? C=BYD എന്ന് കൊടുത്താൽ മതി. കെയ്ൻസിന്റെ ആണെങ്കിൽ എന്ത് വരും? കെയ്ൻസിന്റെ C=A+BYD എന്ന് വരും. വ്യത്യാസം മനസ്സിലായോ? രണ്ടിന്റെയും വ്യത്യാസം നോക്ക്. ഒന്ന് C+BYD, മറ്റൊന്ന് C=A+BYD. ആദ്യം കുസ്നെറ്റ്സിന്റെ എഴുതിയിരിക്കുന്നു, രണ്ടാമത് കെയ്ൻസിന്റെ. കെയ്ൻസിൽ എന്ത്? ഓട്ടോണമസ് കൺസംഷൻ കൂടി വരും. ആ വ്യത്യാസം മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ കൺസംഷൻ പസിലിന്റെ സമ്മറി നോക്കാം. നോക്കിയേ, ഇതിനകത്ത് എല്ലാം കൂടി നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ നോക്ക്, C=A+BYD, സംശയമില്ലല്ലോ. നേരെ മറിച്ച് കുസ്നെറ്റ്സ് കൺസംഷൻ C=BYD. കാരണം അറിയാമല്ലോ, എന്തില്ല? ഓട്ടോണമസ് കൺസംഷൻ ഇല്ല. ഇത് കുസ്നെറ്റ്സിന്റെ വാദഗതിയാണ്. ഇനി രണ്ടാമത് നോക്ക്, MPC ലെസ് ദാൻ APC. MPC ലെസ് ദാൻ APC. MPC ഏതിനേക്കാൾ കുറവാണ്? APC. രണ്ടും കുറയുന്നുണ്ട്, കെയ്ൻസ് പറയുന്നുണ്ട്. പക്ഷേ MPC ആണ് വളരെ വേഗം കുറയുന്നത്. അതുകൊണ്ടാണ് APC കുറയുന്നത്. MPC ഈസ് ലെസ് ദാൻ APC ആണെന്ന് കെയ്ൻസ് പറയും. ഇവിടെ കണ്ടോ, APC = MPC. കുസ്നെറ്റ്സ് പറയുന്നത് APC MPC എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. APC MPC ആയിരിക്കും. APC MPCയും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അടുത്ത നോക്ക്, ഇൻക്ലൂഡ് ഓട്ടോണമസ് കൺസംഷൻ. എന്ത് ഇൻക്ലൂഡ് ചെയ്യുന്നു? ഓട്ടോണമസ് കൺസംഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മൾ പഠിച്ചു കെയ്ൻസ്. എന്നാൽ കുസ്നെറ്റ്സ് ആണെങ്കിലോ ഡു നോട്ട് ഇൻക്ലൂഡ് ഓട്ടോണമസ് കൺസംഷൻ. അതിൽ ഓട്ടോണമസ് കൺസംഷൻ ഇല്ല. കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ ഈസ് എ ഷോർട്ട് റൺ കൺസംഷൻ ഫംഗ്ഷൻ. കെയ്ൻസിന്റെ എന്താണ്? ഒരു ഷോർട്ട് റൺ കൺസംഷൻ ഫംഗ്ഷൻ ആണ് നമ്മൾ പറഞ്ഞു. അതേ സമയത്ത് കുസ്നെറ്റ്സിന്റെ എന്താണ്? ലോങ് റൺ കൺസംഷൻ ഫംഗ്ഷൻ ആണ്. കുസ്നെറ്റ്സ് എന്താണ്? ലോങ് റൺ കൺസംഷൻ ഫംഗ്ഷൻ ആണ്. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഈ കോൺട്രാഡിക്ഷനെ നമ്മൾ പറയും
കൺസംഷൻ പസിൽ. കൺസംഷൻ അല്ലെങ്കിൽ കുസ്നെസ് കൺസംഷൻ പസിൽ എന്ന് പറയും. കെയ്ൻസിൻ്റെ വാദഗതികളെ ആര് കോൺട്രാഡിക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ആര് എതിർക്കുന്നു? കുസ്നെറ്റ്സ് തൻ്റെ വാദഗതികളിലൂടെ എതിർക്കും. ക്ലിയർ ആണല്ലോ? ഇത്രയുമാണ് കൺസംഷൻ പസിൽ എന്ന് പറയുന്നത്, കുസ്നെറ്റ്സിൻ്റെ കൺസംഷൻ പസിൽ എന്ന് പറയുന്നത്. ക്ലാസ് മനസ്സിലായല്ലോ? അത് ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള തിയറീസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസ് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ചോദിക്കുന്ന, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ നോക്ക്, ബിഹേവിയറൽ എക്കണോമിക്സിലെ ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുകയാണ്. കാരണം രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോർ പ്രിൻസിപ്പിൾ ഓഫ് ബിഹേവിയർ എക്കണോമിക്സ്? അപ്പോൾ ബിഹേവിയർ എക്കണോമിക്സ് എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ, മറന്നില്ലല്ലോ അല്ലേ? അപ്പോൾ ഇത് വീണ്ടും നിങ്ങൾ എൻ്റെ ഷോർട്ട് നോട്ട് എഴുതിയെടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക, എന്നാലേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ കോർ പ്രിൻസിപ്പിൾ ഓഫ് ബിഹേവിയറൽ എക്കണോമിക്സ്, ബിഹേവിയർ എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ താഴെ തന്നിരിക്കുന്നതിലുണ്ട്. ഏതാണത്? ഓപ്ഷൻ എ നോക്ക്, പീപ്പിൾ ആൾവേസ് മേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ പെർഫെക്റ്റ് റാഷണാലിറ്റി. പീപ്പിൾ ആൾവേസ് മേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ പെർഫെക്റ്റ് റാഷണാലിറ്റി അല്ലേ? പെർഫെക്റ്റ് റാഷണാലിറ്റി ട്രഡീഷണൽ എക്കണോമിക്സിലാണ്, അപ്പോൾ അതല്ല, ഓപ്ഷൻ എ അല്ല. പീപ്പിൾസ് ഡിസിഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് കോഗ്നിറ്റീവ് ബയാസസ്. ഓർമ്മയുണ്ടോ നമ്മൾ ബിഹേവിയർ എക്കണോമിക്സിൽ പറഞ്ഞത്? പീപ്പിൾസ് ഡിസിഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് കോഗ്നിറ്റീവ് ബയാസസ്. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ആണ്, പീപ്പിൾസ് ഡിസിഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ സൈക്കോളജിക്കൽ ആൻഡ് ഫാക്ടേഴ്സ് ആൻഡ് കോഗ്നിറ്റീവ് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ എറേഴ്സ് ഇൻ സിസ്റ്റമാറ്റിക് തിങ്കിങ് അല്ലേ? എറേഴ്സ് ഇൻ തിങ്കിങ് ആണ് ഏത്? കോഗ്നിറ്റീവ് ബയാസസ്. അത് അതുപോലെ നമ്മുടെ ഇമോഷൻസ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എല്ലാം ആളുകളുടെ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ബിഹേവിയർ എക്കണോമിക്സ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ? ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത് നോക്ക്, വാട്ട് ഈസ് ലോസ് അവേർഷൻ? എന്താണ് ലോസ് അവേർഷൻ? എന്താണ്? ഓർമ്മയുണ്ടോ പഠിച്ചത്? അതായത് ബിഹേവിയർ എക്കണോമിക്സിന്റെ കീ കോൺസെപ്റ്റുകളിൽ ഒന്നാണ് ലോസ് അവേർഷൻ. ഓപ്ഷൻസ് വായിച്ചു നോക്കിയേ. ദ ടെൻഡൻസി ടു ഓവർ എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് സംതിങ് വി ആൾറെഡി ഓൺ. നമുക്ക് നേരത്തെ ഉള്ള ഏതിലെങ്കിലും ഒന്നിൻ്റെ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. 2, ദ ടെൻഡൻസി ടു അണ്ടർ എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് ഫ്യൂച്ചർ ഔട്ട്കംസ്. ഭാവിയിൽ നമുക്കുണ്ടാകാൻ പോകുന്ന ഔട്ട്കംസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ദ ടെൻഡൻസി ഓഫ് വാല്യൂ ലോസസ് മോർ ദാൻ ഈക്വലന്റ് ഗെയിൻസ്. ദ ടെൻഡൻസി ഓഫ് വാല്യൂ ലോസസ് മോർ ദാൻ ഈക്വലന്റ് ഗെയിൻസ്. അതായത് നമുക്ക് ഈക്വൽ ആയിട്ടുള്ള ഗെയിൻസും ഈക്വൽ ആയിട്ടുള്ള ലോസും ഉണ്ടെങ്കിൽ നമ്മൾ വാല്യൂ ലോസസ് മോർ ദാൻ എന്താണ്? ലോസിന് കൂടുതൽ വാല്യൂ കൊടുക്കുന്നു, മൂല്യം കൽപ്പിച്ചു കൊടുക്കുന്നു. ഈക്വൽ ചാൻസ് ആണ് ലോസിനും പിന്നെ ഗെയിനും ഈക്വൽ ചാൻസ് ആണെങ്കിലും നമ്മൾ എന്തിൻ്റെ വാല്യൂ? ലോസസിൻ്റെ വാല്യൂ കൂടുതലായിട്ട് കാണിക്കുന്നു. അത് ബാക്കി ഡി കൊടുത്തേക്കുന്ന ഓൾ ഓഫ് ദി അബോവ്. ഏതാണ് ആൻസർ? കിട്ടിക്കാണുമല്ലോ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ടെൻഡൻസി ഓഫ് വാല്യൂ ലോസസ് മോർ ദാൻ ഈക്വലന്റ് ഗെയിൻസ്. ക്ലിയർ ആണല്ലോ? അടുത്ത് നോക്ക്, വാട്ട് ഈസ് ബൗണ്ടഡ് റാഷണാലിറ്റി? എന്താണ് ബൗണ്ടഡ് റാഷണാലിറ്റി? റാഷണൽ, കൺസ്യൂമർ ഈസ് റാഷണൽ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഈസ് റാഷണൽ എന്ന് പറഞ്ഞത് എവിടെയാണ്? ട്രഡീഷണൽ ഇക്കണോമിക്സിലാണെങ്കിൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകളാണെങ്കിൽ ഇവിടെ ബൗണ്ടഡ് ബിഹേവിയറലിസ്റ്റ് പറഞ്ഞത് ബൗണ്ടഡ് റാഷണാലിറ്റി. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബൗണ്ടഡ് റാഷണാലിറ്റി? നോക്ക്, ഓപ്ഷൻ എ, the idea that people always make a perfectly rational choices. The idea that people always make a perfectly rational choice. ആളുകൾ പെർഫെക്റ്റ്ലി റാഷണൽ ചോയ്സസ് അല്ലേ? ആളുകൾ എല്ലായ്പ്പോഴും അവർക്ക് എന്തുണ്ടായിരിക്കും? പെർഫെക്റ്റ്ലി റാഷണൽ ചോയ്സസ് ഉണ്ടായിരിക്കും. ആണോ? ബി നോക്ക്, പീപ്പിൾസ് ഡിസിഷൻസ് മേക്കിംഗ് ഈസ് ലിമിറ്റഡ് ബൈ ദെയർ കോഗ്നിറ്റീവ് എബിലിറ്റീസ് ആൻഡ് ഇൻഫർമേഷൻ. ആളുകളുടെ ഡിസിഷൻ മേക്കിങ്ങിനെ എപ്പോഴും ലിമിറ്റ് ചെയ്യുന്നു, പരിമിതപ്പെടുത്തുന്നു. എന്തിനാൽ പരിമിതപ്പെടുന്നു? കോഗ്നിറ്റീവ് എബിലിറ്റീസും ഇൻഫർമേഷനാലും പരിമിതപ്പെടുന്നു. സി, പീപ്പിൾ ആർ ആൾവേസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സെൽഫ് ഇൻട്രസ്റ്റ്. ആളുകൾ അവരുടെ സ്വന്തം താല്പര്യത്താൽ സ്വാധീനിക്കപ്പെടുന്നു. ഡി, പീപ്പിൾ ആൾവേസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇമോഷൻസ്. ആളുകൾ എല്ലായ്പ്പോഴും ഇമോഷൻസിനാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നു. ലാസ്റ്റ് ഓപ്ഷൻ ബിഹേവിയർ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടതാണ്. സി എന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രഡീഷണൽ ഇക്കോണമിസ്റ്റുകളാണ് പറഞ്ഞത്. ആ ബി എന്ന ഓപ്ഷൻ നോക്ക്, പീപ്പിൾസ് ഡിസിഷൻ മേക്കിംഗ് ഈസ് ലിമിറ്റഡ് ബൈ ദെയർ കോഗ്നിറ്റീവ് എബിലിറ്റീസ് ആൻഡ് ഇൻഫർമേഷൻ. ഇതാണ് ബൗണ്ടഡ് റാഷണാലിറ്റി. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്ട്? ഓപ്ഷൻ ബി ആണ്. പീപ്പിൾസ് ഡിസിഷൻ മേക്കിംഗ് ഈസ് ലിമിറ്റഡ് ബൈ ദെയർ കോഗ്നിറ്റീവ് എബിലിറ്റീസ് ആൻഡ് ഇൻഫർമേഷൻ.
അപ്പോൾ നമുക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിഗർ ഈസ് എ കീ ഫിഗർ ഇൻ ബിഹേവിയർ എക്കണോമിക്സ്, അല്ലെ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ ഫിഗർ ഇൻ ബിഹേവിയർ എക്കണോമിക്സ്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഇക്കോണമിസ്റ്റുകളിൽ ബിഹേവിയർ ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ടതാരാണ്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം, ആഡം സ്മിത്ത് ഉണ്ടോ, അതുപോലെ എന്താണ് മിൽട്ടൺ ഫ്രീഡ്മാൻ ഇല്ല, ജെയിം കെയ്ൻസ് ഇല്ല, ആരുണ്ട്? ഫാദർ ഓഫ് ബിഹേവിയർ ഇക്കണോമിക്സ് എന്നറിയപ്പെടുന്ന ആര്? റിച്ചാർഡ് താലർ ആണ് ആൻസർ. ഓക്കെ, അടുത്ത് നോക്കുക, നമ്മൾ ഇനി പഠിച്ച കൺസംഷൻ പസിലുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇഫ് MPC is equal to APC, MPC APC ഈക്വൽ ആണെങ്കിൽ അല്ലെ ഫോർ ഓൾ ലെവൽസ് ഓഫ് ഇൻകം, എല്ലാ അല്ലെ ഫോർ ഓൾ ലെവൽസ് ഓഫ് ഇൻകത്തിൽ MPC APC ഈക്വൽ ആണെങ്കിൽ ദെൻ ദ കറസ്പോണ്ടിങ് കൺസംഷൻ ഫംഗ്ഷൻ വിൽ ബി, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കൺസംഷൻ ഫംഗ്ഷൻ ഏതായിരിക്കും? ഇത് കണ്ടെത്ത എത്രയേ ഉള്ളൂ. MPC APC ഈക്വൽ എന്ന് പറഞ്ഞത് ആരാണ്? ക്വസ്റ്റൻസ് ആണോ കെയ്ൻസ് ആണോ? ആരാണ് പറഞ്ഞത്? കുസ്നെറ്റ്സ് ആണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൺസംഷൻ ഫംഗ്ഷൻ ഏതാണ് ഇതിനകത്ത് കണ്ടെത്തിയേ? C is equal to A plus BYD, C is equal to BYD, C is equal to A square plus BY, C is equal to A plus BY square. ഏതാണ് കുസ്നെറ്റ്സിന്റെ കൺസംഷൻ ഫംഗ്ഷൻ? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. C is equal to BYD ആണ്. കാരണം അവിടെയാണ് കുസ്നെറ്റ്സ് ആണ് MPC is equal to APC എന്ന് പറഞ്ഞാൽ അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കൺസംഷൻ ഫംഗ്ഷൻ ഏതാണ്? C is equal to BYD. നേരെ മറിച്ച് MPC ലെസ് ദാൻ APC ആണെന്ന് പറഞ്ഞെങ്കിൽ ഏത്? ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. അങ്ങനെ പറഞ്ഞാലാണ് കെയ്ൻസ് ആണ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് സൈമൺ കുസ്നെറ്റ്സ് കൺസംഷൻ ഫംഗ്ഷൻ. സൈമൺ കുസ്നെറ്റ്സിന്റെ കൺസംഷൻ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട രണ്ട് സ്റ്റേറ്റ്മെന്റ്. ദർ ഈസ് നോ കോൺസ്റ്റന്റ് ടേംസ് ഇൻ ദ ലീനിയർ കൺസംഷൻ ഫംഗ്ഷൻ. ദർ ഈസ് നോ കോൺസ്റ്റന്റ് ടേംസ് ഇൻ ലീനിയർ കൺസംഷൻ ഫംഗ്ഷൻ. ലീനിയർ കൺസംഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൺസംഷൻ ഫംഗ്ഷനിൽ കോൺസ്റ്റന്റ് ടേംസ് ഇല്ല. കോൺസ്റ്റന്റ് ടേം ഏതാണ് ഉദ്ദേശിക്കുന്നത്? ഓട്ടോണമസ് കൺസംഷൻ, C ബാർ അല്ലെങ്കിൽ A ഉണ്ടല്ലോ, അതാണ് കോൺസ്റ്റന്റ് ടേം. അത് എവിടെയില്ല? കുസ്നെറ്റ്സിന്റെ കൺസംഷൻ ഫംഗ്ഷൻ ഇല്ല. ശരിയാണോ? സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ APC ആൻഡ് MPC വേർ നോട്ട് സിഗ്നിഫിക്കന്റ്ലി ഡിഫറെന്റ്. APC MPCയും ഗണ്യമായ MPCയിലും ഗണ്യമായ വ്യത്യാസമില്ല എന്ന് വെച്ചാൽ APC MPCയും ഈക്വൽ ആണ് എന്ന് പറഞ്ഞതും ആരാണ്? കുസ്നെറ്റ്സ് ആണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. വ്യത്യാസമില്ലെന്ന് വെച്ചാൽ അത് ഈക്വൽ എന്നല്ലേ. അപ്പോൾ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. MPC പ്ലസ് MPS ഈസ് ഈക്വൽ ടു ഡാഷ്. പെട്ടെന്ന് ആൻസർ കിട്ടുമല്ലോ. ഓപ്ഷൻ എ 0, ഗ്രേറ്റർ ദാൻ 1, ലെസ് ദാൻ 1, 1. ഏതാണ് ആൻസർ? 0 ആണോ? ഗ്രേറ്റർ ദാൻ 1, ലെസ് ദാൻ 1, 1. ഏതാണ് ആൻസർ? MPC പ്ലസ് MPS ഈസ് ഈക്വൽ ടു 1. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നോക്ക്. ദ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഓഫ് കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ ഇംപ്ലൈസ്. കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷന്റെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷനിൽ ദ ഇൻകം ലൈൻ വരച്ചു, കൺസംഷൻ ലൈൻ. അതിന്റെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്താണ്? ഓട്ടോണമസ് കൺസംഷൻ അല്ലേ? ദാ MPC MPS ഓട്ടോണമസ് കൺസംഷൻ APC. അപ്പോൾ ആ വെർട്ടിക്കൽ കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷനിൽ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഓട്ടോണമസ് കൺസംഷൻ. ഓട്ടോണമസ് കൺസംഷൻ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ദ സ്ലോപ്പ് ഓഫ് ദ കൺസംഷൻ കർവ് ഈസ് ഈക്വൽ ടു. കൺസംഷൻ കർവിന്റെ സ്ലോപ്പ് ദാ കൺസംഷൻ കർവ് ഇങ്ങനെ വരയ്ക്കാം. അതിന്റെ സ്ലോപ്പ് ചരിവുണ്ടല്ലോ, ഈ ചരിവ് എന്ന് പറയുന്നത് എന്ത് അല്ലെ? അതിന് എന്ത് ചരിവിനെ ഡിറ്റർമിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ചരിവ് എന്തിന് തുല്യമായിരിക്കും? എപ്പോഴും കൺസംഷൻ ഫംഗ്ഷൻ കർവിന്റെ ചരിവെന്ന് പറയുന്നത് ഓപ്ഷൻ എ MPC, ഓപ്ഷൻ ബി MPS, C APC, APS. അപ്പോൾ ഓർക്കുക, കൺസംഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ കൺസംഷൻ കർവിന്റെ ചരിവ് ഡിറ്റർമിൻ ചെയ്യുന്ന എപ്പോഴും MPC ആയിരിക്കും. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. MPC ചരിവെന്ന് പറയുന്നത് എന്തിന് തുല്യമായിരിക്കും? MPCക്ക് തുല്യമായിരിക്കും. ഓക്കെ, ചൂസ് ദ കറക്റ്റ് ഇക്വേഷൻ ഫ്രം ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ഇക്വേഷൻ തിരഞ്ഞെടുക്കുക. MPC ഇക്വേഷൻ നോക്കുക, ഡെൽറ്റ Y ബൈ ഡെൽറ്റ C. MPS ഡെൽറ്റ S ബൈ ഡെൽറ്റ Y. APC S ബൈ Y. APS C ബൈ Y. കറക്റ്റ് ഇക്വേഷൻ ഏതാണ്ടേ? നമ്മൾ എല്ലാത്തിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. MPCയുടെ ഇക്വേഷൻ ഡെൽറ്റ C ബൈ Y ആണ്. ഇത് തിരിച്ചു തന്നിരിക്കുകയാണ്. MPSന്റെ ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ S ബൈ ഡെൽറ്റ Y അല്ലേ? ബാക്കി APCയുടെ ആണെങ്കിലോ C ബൈ Y ആണ്, APSന്റെ ആണെങ്കിൽ S ബൈ Y ആണ്. ഇവിടുത്തെ ഇക്വേഷൻ ഏതാണ്? MPS ഈസ് ഈക്വൽ ടു ഡെൽറ്റ S ബൈ ഡെൽറ്റ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. MPS ഈസ് ഈക്വൽ ഡെൽറ്റ S ബൈ ഡെൽറ്റ Y. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് MCQയിൽ ആഡ് ചെയ്തത്. അപ്പോൾ ബാക്കി നമ്മൾ ടെസ്റ്റ് പേപ്പറിലൊക്കെ നമ്മൾ പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടും. ഓക്കെ, അപ്പോൾ ക്ലാസ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ ഓൾ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ.